മരണം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നത്തെ തലമുറ മരണം കാണാതെയും അതിനെപ്പറ്റി ചിന്തിക്കാതെയും വളരുന്നു. മെഡിക്കൽ ഇടത്തെന്താന്നുള്ളതൊരു ഒരു ഒരു 10-30 വർഷം വരെ വളരെ വ്യക്തമായിരുന്നു. ശ്വാസം നിലയ്ക്കുന്നു, പൾസും പോകുന്നു, മരണം. പക്ഷെ ഇപ്പോൾ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡായി. രോഗസംബന്ധമായ ദുരിതം മാറ്റാൻ ഞങ്ങൾക്കൊരു ചുമതലയില്ലേ? 24-ാം തീയതി എൻ്റെ മോൻ വരുന്നവരെ ഞാൻ ജീവിച്ചിരിക്കണം. ജീവിച്ചിരുന്നോ? 23rd പോയി. അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ആക്ച്വലി ചെയ്യുന്ന കാര്യം പറയാം. ഈ തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മക്കൾ ഒക്കെ പറഞ്ഞു, സമ്മതിച്ചു, ശരി അങ്ങനെയാണെങ്കിൽ മോശമാകുന്നെങ്കിൽ കംഫർട്ട് കെയർ മതി, നമുക്ക് ICU ഉണ്ടെന്നും വേണ്ട എന്നും മക്കളും ഭർത്താവോ ഭാര്യയോ ഒക്കെ കൂടെ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറയും, ഈ ചർച്ച ഇതുപോലെ ഇരുന്ന് പറയുമ്പോൾ, പക്ഷെ ഒരു പ്രശ്നം പ്രതീക്ഷിക്കണം, എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയെന്ന് വരില്ല. ഒരമ്മാവനോ ഒരു അമ്മായിയോ ആരെങ്കിലും വന്ന് ക്രൂരമായിട്ട് ചിലപ്പോൾ സംസാരിക്കും. എടാ, നിൻ്റെ സ്വന്തം അച്ഛനല്ലേ എടാ, നിനക്കിപ്പോൾ പൈസ ചിലവഴിക്കാൻ വയ്യ അല്ലേ, നീ എല്ലാം കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ, ഇവിടെ ഇട്ടേക്കുക, ആശുപത്രി കൊണ്ടുപോകാതെ, ദുഷ്ടൻ. ഇത് കേൾക്കണമെങ്കിൽ അവൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കണം. ഇങ്ങനെ പറയും, ഓൾമോസ്റ്റ് ഇന്നവിറ്റബിൾ. ഇത്രയും ടഫായിട്ടല്ലെങ്കിലും പറയും. കുറച്ചുകൂടെ മുനവെച്ച് നല്ല ഭംഗിയായിട്ട് പറഞ്ഞൊന്നും വരും. അവിടെ അതിനെയും നേരിടാൻ നമ്മൾ ഇവരെ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ വിഷമം. അത് പ്രധാനമാണ്. അപ്പോൾ നമുക്കൊരു തീരുമാനം, നിങ്ങൾ 3 പേരും ഉണ്ടല്ലോ, നിങ്ങളൊരു തീരുമാനം, ഉറച്ച തീരുമാനം ഇപ്പോൾ എടുക്കണം. ഇങ്ങനെയുള്ള ഒരു അമ്മാവനെയോ അമ്മാവയെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി അച്ഛനെ കഷ്ടപ്പെടുത്തില്ല. അച്ഛന് ഏറ്റവും നല്ലത് എന്താണോ അതേ ഞാൻ ചെയ്യൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ അതിന് നേരിടാൻ എളുപ്പമുണ്ട്. ഈ ലിവിംഗ് വില്ലിന് ഏജ് ബാരിയർ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇത്ര ഏജിന് മേളിൽ അങ്ങനെ? അല്ല, അഡൾട്ട് ആയിരിക്കണം ഓഫ് കോഴ്സ്. ആണ് അല്ല, എബോവ് 60 എബോവ് 70 അല്ലല്ല, ഞങ്ങൾ പറയും ദ ഏർലി റിറ്റിസ്റ്റ് ആണ് ദ ബെറ്റർ. കാരണം ഒന്നാമത് എന്നാണ് മനുഷ്യന് വല്ലതും വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട്, രണ്ടാമത്തെ കാര്യം ഇതിനെപ്പറ്റി ചിന്തിക്കാനൊരു അവസരവും കൂടെ. ഇതിനകത്ത് പലപ്പോഴും ഈ ബ്ലഡ് റിലേഷനകത്തും ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനകത്തും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം അമ്മയെ ചികിത്സിക്കാൻ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അതൊരു സോഷ്യൽ ബോയ്ക്കോട്ടിലേക്ക് വരും. പലപ്പോഴും വിവാഹം, മറ്റ് ചടങ്ങുകൾ, ഇതിലൊക്കെയാണ് ഈ ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ബോയ്ക്കോട്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പം അയാൾ സ്വയം ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കപ്പെടുക മാത്രമല്ല അതിൻ്റെ ഇഷ്യൂ, അയാളുടെ ചുറ്റുമുള്ളവർ എന്ന് പറയുന്നത് ഇതിന് പുറത്താണ്. അതൊരു വലിയ ഇഷ്യൂ അല്ലേ? തീർച്ചയായിട്ടും. ഇതൊന്നും എല്ലാ പ്രശ്നങ്ങളും പരിഹാരമൊന്നും ആവുന്നില്ല. പക്ഷേ ഒരാൾ, ഇപ്പോൾ ഇത് എൻ്റെ ജീവിതം, എനിക്ക് ഏറ്റവും കൂടുതൽ അവകാശമുണ്ട്. എനിക്ക് തീരുമാനമെടുക്കാൻ വയ്യാതാകുമ്പോഴോ എൻ്റെ ഭാര്യയും മക്കളും, നെക്സ്റ്റ് ഓഫ് കിന്നാണല്ലോ തീരുമാനിക്കേണ്ടത്. ഈ നെക്സ്റ്റ് ഓഫ് കിന്നിനെ ഒന്നിച്ച് തീരുമാനമെടുക്കുകയും പറ്റുമ്പോൾ ഈ മറ്റ് എക്സ്റ്റേണൽ പ്രഷറിനെ നേരിടാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാകും. ഓരോ പ്രാവശ്യം പറയും, ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്തതാണ്, ഇത് മതി എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും പ്രശ്നം വരും. അവന് കാശ് ലോകം വയ്യ, എല്ലാം കൂടെ പിടിച്ചെടുത്ത് വെച്ചേക്കുന്നു എന്ന് പറഞ്ഞെന്ന് വരും. ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, താങ്കൾ പറഞ്ഞ വേറൊരു പ്രശ്നമുണ്ട്, ഇവർ തമ്മിൽ അഭിപ്രായ ഐക്യമില്ല. നേരത്തെ തന്നെ ചിലപ്പോൾ ഉടക്കുകളുണ്ടാകും. അപ്പോൾ അത് അവനെ പണ്ടേ ഇങ്ങനെ, അവൻ്റെ കാര്യം, അച്ഛൻ ചാവുന്നേ ചത്തോട്ടെ, ഈ ഉടക്ക് വരും. ഇതിനൊന്നും ഞാൻ ഈ പറഞ്ഞ ഒന്നും ചിലപ്പോൾ സൊല്യൂഷൻ ആവില്ല. അവിടെ ഫാമിലിയിൽ മീഡിയേഷൻ നടന്നാലേ പറ്റൂ. അവരെ ഒന്നിച്ച് കൊണ്ടുവരാൻ ഒരിക്കലും പറ്റിയില്ലെന്ന് വരും. ഒന്നിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ വ്യക്തി കഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പ്. കാരണം ഡോക്ടറുടെ അടുത്ത് കുടുംബം ഒറ്റക്കെട്ടായിട്ട് പറയുന്ന തീരുമാനത്തിനേ പ്രസക്തി ഉണ്ടാകും. ഇല്ലെങ്കിൽ ഡോക്ടർ വിചാരിക്കും നമ്മൾ റിസ്ക് എടുക്കണ്ട, ഞാൻ തൽക്കാലം വെൻറ്റിലേറ്റർ ഇടുക, നിങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ചിട്ട് പറഞ്ഞു എന്നാവും അവർ പറയുക.
റിസ്ക് എടുക്കുന്ന പേടി കൊണ്ടാണോ ഡോക്ടർ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറയാത്തത്? ഏത് ഈ റിസ്ക് ഉള്ളത് കൊണ്ടാണോ ഡോക്ടർ ക്ലിയർ ആയിട്ട് പറയാത്തത്? അല്ലെങ്കിൽ സാറിന്റെ അഭിപ്രായത്തിൽ ഡോക്ടർമാർക്ക് അങ്ങനെ ട്രെയിനിങ് വേണം, അതായത് ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇനി അധികം ട്രീറ്റ്മെന്റ് ഇവിടെ വെച്ച് നിർത്താം എന്ന് അവർ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഇത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഞങ്ങളിതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. MBBS MDക്ക് ഒന്നും പഠിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഇത് കരിക്കുലത്തിൽ വരുന്നത്, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് ചെയ്യുമ്പോൾ ഞാനൊരു കരുണാമയനായ ഡോക്ടറാണ്, മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ സത്യം പറയാതിരിക്കുക. രണ്ട്, അതങ്ങനെ പറയുന്നത് ക്രൂരമാണ് എന്ന് എൻ്റെ മനസ്സിലൊരു വിചാരം ഉണ്ടാവും. പറയേണ്ടത് എൻ്റെ കടമയാണെന്നും ആ വ്യക്തിക്ക് അത് അറിയാനുള്ള അവകാശമുണ്ടെന്നും ഒരു ചിന്തയ്ക്കൊരു അവസരം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് പഠിക്കണം. അതാണിപ്പോൾ MBBSന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. യൂത്തനേസിയയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ജീവിതാന്ത്യം എങ്ങനെ വേണം എന്നുള്ളത് നിയമമില്ലാത്തപ്പോൾ പ്രസക്തമാവുന്നത് സുപ്രീം കോടതിയുടെ വിധിയാണ്. അത് 5 മെമ്പർ ബെഞ്ച് ഉണ്ടെങ്കിൽ നേരത്തെയുള്ള 3 അംഗ ബെഞ്ചിൻ്റെ ഇത് ഇൻവാലിഡ് ആകുമല്ലോ. 2018 ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. അതിനെ ഇപ്പോൾ 2023 1.5 വർഷം പോലും ആയില്ല, 23 ജാനുവരിയിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഉൾപ്പെടെയുള്ള ഒരു 5 മെമ്പർ ബെഞ്ചിൻ്റെ ഒരു വിധിയുണ്ട്. അപ്പോൾ പഴയ അവ്യക്തത ഇപ്പോഴില്ല. ഒന്ന്, ആ വിധി അനുസരിച്ച് ഞാൻ എൻ്റെ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് അല്ലെങ്കിൽ ലിവിങ് വിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമസാധുതയുണ്ട്. ഓക്കെ, ഞാൻ എഴുതിയിട്ടുമുണ്ട്. ഞങ്ങൾ ഒരു പണിയായത് കൊടുക്കുക, ഒരു ഫോമാറ്റ് തന്നിട്ടുണ്ട്. ഫോമാറ്റിൽ നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താം. ഇപ്പോൾ എനിക്ക് ഒരു ട്യൂബ് ഇട്ട് ഫീഡിങ് വേണം, പക്ഷേ അതിനപ്പുറം വേറൊന്നും വേണ്ട എന്നെനിക്ക് എഴുതാം. ഞാൻ എഴുതി വെച്ചേക്കുന്നത് എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതി ഇല്ലെങ്കിൽ എനിക്ക് ട്യൂബ് ഇടരുതെന്നാണ്. ഇത് എഴുതിയിട്ട് ഒരു ഗസറ്റ്, മുമ്പ് ഇച്ചിരി കോംപ്ലിക്കേഷനായിരുന്നു, ഒരു ഗസറ്റഡ് ഓഫീസർ ഒപ്പിടണം, അല്ലെങ്കിൽ ഒരു നോട്ടറി പബ്ലിക്ക് നോട്ടറൈസ് ചെയ്യണം. ഇത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അല്ല, ഇത് മതി, ഇത് വാലിഡിറ്റി ഉണ്ട്. പക്ഷേ കോടതി വിധി പറഞ്ഞിട്ടില്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഇതൊന്നുമല്ല. നിങ്ങളിതൊക്കെ എഴുതി വെച്ചു, വയ്യാതെ കിടക്കുമ്പോൾ എന്തോ ചെയ്യും? ഇതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം കോടതി വിധിയിലില്ലാത്തത് നമ്മൾ ഡിസിഷൻ മേക്കേഴ്സിനെ എംപവർ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചു, ഞങ്ങൾ അഗ്രിയബിളാണ്. എൻ്റെ 2 മക്കളോട് സംസാരിച്ചു. ഒരാൾ പറഞ്ഞു ഓക്കെ അച്ഛാ, യെസ് ഓക്കെ. മറ്റേയാൾ പറഞ്ഞു എന്തിനിപ്പോൾ ഇതൊക്കെ ആലോചിക്കുന്നത്? യു ഹാവ് നോ പ്രോബ്ലം, യു ഹാവ് നോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, യു ആർ ഓക്കെ, യു ഗോയിങ് ടു ബി ഓക്കെ. അത് സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുക. ഈ സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കാൻ ഒക്കില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ അവിടെ വിട്ടുകിടക്കാൻ പറ്റില്ല. എൻ്റെ സ്ട്രാറ്റജി ഞാനല്ലാതെ വേറൊരാൾ ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കുന്ന ഒരു ലെക്ചറിന് എനിക്കൊന്ന് അവിടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഡ്രൈവറായിട്ട് അവൻ കൂടെ വന്നിരുന്നു, കേട്ടു. തിരിച്ച് വരുന്ന വഴിയിൽ അവൻ പറഞ്ഞു അച്ഛാ എന്ന് പറഞ്ഞത് ഓക്കെ എന്ന് പറഞ്ഞു. ഈ കോൺവെർസേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അവിടെ ഇരിക്കുന്ന ഡോക്ടർക്ക് സാമാന്യ ബുദ്ധിയുണ്ട്. അദ്ദേഹത്തിനറിയാം ഞാൻ ഈ സ്ഥിതിയിൽ കോടതിയിൽ പോവില്ല എന്ന്. നിയമസാധുത കൊണ്ട് എനിക്കെന്താ പ്രയോജനം? ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾ കോടതിയിൽ പോകും. സാമാന്യ ബോധമുള്ള ഡോക്ടറാണെങ്കിൽ അവർ പറയുന്നത് കേൾക്കൂ. അതുകൊണ്ട് ലിവിങ് വില്ല് വാലിഡാണ്, പക്ഷേ അത് ഫാമിലി കൺകറൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കലി നടക്കില്ല. അപ്പോൾ ഈ അഡ്വാൻസ് ഡയറക്റ്റീവ് ഞങ്ങളുടെ വെബ്സൈറ്റിലെ റിസോഴ്സസ് പേജിൽ പോയാൽ കിട്ടും. ആകുന്നിടത്തോളം അത് ചെയ്യുകയും കുടുംബത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുകയും വേണ്ടത് ആവശ്യമാണ്. അതിനെപ്പറ്റി പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇത് നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. താങ്കൾ കുട്ടിക്കാലത്ത് മരണം കണ്ടിട്ടുണ്ട്. കുടുംബത്തിൽ കുറച്ചുകൂടെ കൂട്ടുകുടുംബങ്ങളുണ്ടായിരുന്നു. ഒരു അമ്മാവനോ ഒരു മുത്തശ്ശനോ ഒക്കെ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്.
മരണം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നത്തെ തലമുറ മരണം കാണാതെയും അതിനെപ്പറ്റി ചിന്തിക്കാതെയും വളരുന്നു. കൂടുതലാണ് കുടുംബങ്ങൾ. കുട്ടികളെ പലപ്പോഴും ആ സമയത്ത് വീട്ടിൽ നിന്ന് മാറ്റും. ഡെത്ത് ഇല്ലിറ്ററേറ്റായി സൊസൈറ്റി. ഡെത്ത് ലിറ്ററസി വേണം, ചർച്ച ചെയ്യപ്പെടണം. ഇതുവരെ മരണം കണ്ടിട്ടില്ലാത്ത ഈ വ്യക്തി ഇതിനെപ്പറ്റി കേൾക്കുകയെങ്കിലും ചെയ്തു. ചിന്തിക്കാൻ തന്നെ വിഷമമായിരിക്കും ആ തലമുറയ്ക്ക്. ഇതാണൊരു പ്രധാന ഇഷ്യൂ. ഡെത്ത് ലിറ്ററസി മരണത്തിനെപ്പറ്റി അക്ഷരാഭ്യാസം വേണം. മരണമെന്ന വിഷയത്തിനെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടിക്കാലത്ത് കിട്ടിയ ഒരു പഠനമുണ്ടല്ലോ, അത് ഈ പുതിയ തലമുറയ്ക്ക് ഉണ്ടാവില്ല. കൂടുതൽ ഡെത്ത് ഡിനയിങ് സൊസൈറ്റിയായി നമ്മൾ. അത് ശ്രീകരം, ഇതൊക്കെ എന്തിനാ ആലോചിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. മറ്റത് നമുക്ക് അല്ലാതെ തന്നെ അറിയാം ഇത് സംഭവിക്കുമെന്ന്. ആ വിജ്ഞാനമില്ല. അതായത് 93 പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു സൊസൈറ്റിയായി സ്റ്റാർട്ട് ചെയ്യുന്നു. 2002 പാലിയം ഇന്ത്യ ആയിട്ട് പുതിയൊരു ഓർഗനൈസേഷൻ വരുന്നു. ഇപ്പോൾ 31 വർഷമായിട്ട് താങ്കൾ പാലിയേറ്റീവ് കെയർ രംഗത്തുണ്ട്. എങ്ങനെയാണ് ഈ ഒരു യാത്ര, എങ്ങനെയായിരുന്നു? ഇത് ഞാൻ MBBS പഠിക്കുന്ന കാലത്തെ ഒരുപാട് വേദന ചുറ്റും കാണുന്നുണ്ട്. അത് നെയ്ബർഹുഡിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും. ആശുപത്രിയിൽ വേദനയെ കാണാനുള്ളൂ. അപ്പോൾ ഒരു അനസ്തെറ്റിസ്റ്റായി ഞാൻ വന്നു യാദൃശ്ചികമായിട്ട്. അനസ്തീഷ്യോളജിയുടെ പണി ഒറിജിനലി വേദന ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ആശുപത്രിയിൽ വരുന്നവരുടെ സർജറി വേണ്ടവരുടെ ഓപ്പറേഷൻ വേദന ഇല്ലാതാക്കാൻ. അപ്പോൾ അതിൻ്റെ പല പ്രിൻസിപ്പിൾസും വേറൊരു രീതിയിൽ ഉപയോഗിച്ചാൽ വേദനകൾ മാറ്റാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ അനസ്തീഷ്യോളജി പുസ്തകത്തിൽ 2 ചാപ്റ്റർ കാണും അങ്ങനെയുള്ള വേദന മാറ്റുന്നതിനെ പറ്റി. പക്ഷേ ഇത് പുസ്തകത്തിൽ നിൽക്കുന്നു, പ്രാക്ടീസിലില്ലാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കി തുടങ്ങിയതിൻ്റെ ഒരു പരിണത ഫലമായിരുന്നു എൻ്റെ ഈ യാത്ര. രോഗികളെ പഠിപ്പിച്ച് അവർക്ക് വേദന മാറ്റി കഴിയുമ്പോഴാണ് ബാക്കി പ്രശ്നങ്ങളെല്ലാം പുറത്തു വരുമെന്നുള്ളത്. വേദന മാറ്റിയത് കൊണ്ട് മാത്രം അവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ലെന്നും. ഞാൻ വളരെ സക്സസ്ഫുള്ളായിട്ട് വേദന മാറ്റിയ ഒരാൾ വീട്ടിൽ പോയി അന്ന് രാത്രി ആത്മഹത്യ ചെയ്തു. അതേ ഒരു ഗുരുവാണ്. കാരണം എൻ്റെ അടുത്തുള്ള കോൺവെർസേഷൻ നടക്കുന്നത് വരെ ഞാൻ രോഗം മാറിയില്ലെന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, ഞാൻ ഇനി എന്നാ വരേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, ഇനി വരേണ്ട ആവശ്യമില്ല, വേദന എങ്ങാനും തിരിച്ചു വന്നാൽ അപ്പോൾ വന്നാൽ മതി. അദ്ദേഹത്തിനോട് ക്യാൻസർ വിദഗ്ധൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ ചികിത്സ അവിടാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നു, ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന്. ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞു പോലും എൻ്റെ കാര്യം പോക്കാടി എന്ന് പറഞ്ഞിട്ട് അവർ ഉണർന്നു നോക്കിയപ്പോൾ ഇദ്ദേഹം മരിച്ചു കിടക്കുന്നു. ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സ്വന്തം ജീവിതം നൽകി എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ഞങ്ങൾ MBBSന് പഠിക്കുന്ന, പിന്നെ കൂടുതൽ പഠിച്ചാൽ കുറച്ചുകൂടെ നേരമായിട്ട് ഒക്കെ മനുഷ്യ ശരീരത്തിനെ പറ്റിയും രോഗങ്ങളെപ്പറ്റിയും ട്യൂമേഴ്സിനെ പറ്റിയും മൈക്രോബ്സിനെ പറ്റിയും കെമിസ്ട്രിയെ പറ്റിയും ഒക്കെ മാത്രമാണ്. അവിടെ എങ്ങും മനുഷ്യനെ പറ്റിയുള്ള പാഠം ഉണ്ടായിരുന്നില്ല. ഒരു എറിക് കാസൽ എന്ന പേരുള്ള ഒരു ഓസ്ട്രേലിയൻ ഒരു ചെറിയ വാചകമുണ്ട്. എറിക് ERIC കാസൽ CASSEL. അദ്ദേഹം പറഞ്ഞത്, ഇറ്റ് ഈസ് ദ പേഴ്സൺ ഹൂ സഫേഴ്സ്, നോട്ട് ദ ബോഡി. വ്യക്തിക്കാണ് സഫറിങ്. അപ്പോൾ അത് ശരീരത്തിൻ്റെ മാത്രമല്ല, മനസ്സിൻ്റെയും. ഇത് ക്യാൻസർ മാറുകയില്ല എന്നുള്ള ന്യൂസ് ബോംബെല്ലിട്ടതുപോലെ പറഞ്ഞതിൻ്റെയും മനുഷ്യബന്ധങ്ങളുടെയും ആത്മീയ പ്രശ്നങ്ങളുടെയും ഒക്കെ പരിണത ഫലമാണ്. അപ്പോൾ നമ്മൾ വ്യക്തിയെ ചികിത്സിക്കണം, വ്യക്തിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കാൻ നോക്കണം. അതാണ് പാലിയേറ്റീവ് കെയർ. അപ്പോൾ ആ ഫീൽഡിലേക്ക് ഞാൻ അതിവേദന ചികിത്സ എന്നുള്ളതിൽ നിന്ന് പാലിയേറ്റീവ് കെയറിലേക്ക് എൻ്റെ
യാത്ര ഈ പറഞ്ഞ 91 വളരെ മുമ്പേ തുടക്കം ആ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ട് പോയ, ജീവൻ പഠിപ്പിച്ചിട്ട് പോയ ഒരു പാഠം. ആ സമയത്ത് ഇവിടെ ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ദെൻ അവിടുന്ന് എങ്ങനെയാണ് ഈ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് വരുന്നത്? അപ്പോൾ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, മെഡിക്കൽ കോളേജിലെ ഒരു വിഭാഗത്തിൻ്റെ തലവനായിരുന്നു, അനസ്തീഷ്യോളജിയുടെ. അതിന് മുമ്പെയൊക്കെ വേദന മാറ്റാൻ ചികിത്സിച്ചിട്ടുണ്ട്. എനിക്ക് പെർമിഷൻ കിട്ടിയിരുന്നില്ല. ഇത് ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് നാൾ ഞാനിങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു മെഡിക്കൽ കോളേജിലെ ഹെഡിൻ്റെ ഒരു പെർമിഷൻ വാങ്ങി ഇവിടെ ഇങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ, ഒരു NGO അതിൻ്റെ ഉണ്ടാക്കി അതിനെ സപ്പോർട്ട് ചെയ്യാനുമൊക്കെ അദ്ദേഹം ഒരു പെർമിഷൻ എഴുതി തന്നു, അറ്റ് നോ കോസ്റ്റ് ടു ദ ഗവൺമെൻറ്. അപ്പോൾ ഒന്നും ചോദിക്കരുത് അങ്ങോട്ട്, അതായിരുന്നു കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ തുടങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്റ്റാഫൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്തെ ഒരു ചെറിയ 10 അടി 12 അടി ഒരു മുറിയിലാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ സ്റ്റാഫൊന്നും ഇല്ലാത്തതുകൊണ്ട് സന്നദ്ധ പ്രവർത്തകരെ വരേണ്ടി വന്നു. അതുമാത്രമല്ല, ഇത് ഇങ്ങനെ ഒരു സന്നദ്ധ സംഘടന തുടങ്ങണമെന്നും ഇങ്ങനൊരു സർവീസ് തുടങ്ങണമെന്നുള്ളത് ചിന്ത വന്നപ്പോൾ അത് എൻ്റെ 2 സഹപ്രവർത്തകർ അതിൽ അപ്പോഴും തന്നെ ഇൻവോൾവ് ആയിരുന്നു. ഒന്ന്, ഞാനപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റായിട്ട് വന്ന ഒരു ഡോക്ടർ സുരേഷ് കുമാർ, അദ്ദേഹമായിരുന്നു ഇപ്പോൾ ഇതുവരെയും കോഴിക്കോടത്തെ ഇപ്പോഴത്തെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ. പിന്നെ ഒരു പ്രിൻ്ററായിരുന്നു ഒരു അശോക് കുമാർ, അദ്ദേഹം എറണാകുളത്ത്. അശോക് ഒരു സാധാരണ മനുഷ്യനെന്നുള്ളതായിരുന്നു റോള്, ഒരു കമ്പാഷനേറ്റ് ഹ്യൂമൻ ബീയിങ്. അപ്പോൾ അശോകാണ് പലപ്പോഴും തുടക്കത്തിൽ ഈ ഒരു സന്നദ്ധ സംഘടനയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങണം, ഈ പണിയൊക്കെ ചെയ്ത അദ്ദേഹം. അത് കഴിഞ്ഞ് അവിടെ സ്റ്റാഫുണ്ടോ? അപ്പോൾ സുരേഷും അശോകും കൂടെ തന്നെ 2 വീട്ടമ്മമാരെ തപ്പി പിടിച്ചുകൊണ്ട് വന്നു. പകൽ സമയത്ത് ഫ്രീ ആണ്, കുട്ടി സ്കൂളിൽ നിന്ന് വരുന്നവരെ. അവരെ സമയത്ത് വന്നവിടെ ജസ്റ്റ് ആസ് 2 ഹ്യൂമൻ ബീയിങ്സ് ദേ വുഡ് ബി പ്രസൻറ്റ്. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ഓരോന്ന് തുടങ്ങിയത്. എങ്ങനെയാണ് പാലിയേറ്റീവ് കെയർ ഒരു സാധാരണ ഒരു പേഷ്യൻറ്റിന് ആക്സസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ പാലിയം ഇന്ത്യയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യും? ഒന്നുകിൽ ഡോക്ടർമാർ റെഫർ ചെയ്യും, ഇല്ലെങ്കിൽ രോഗികൾ നേരിട്ട് വരും, ഇല്ലെങ്കിൽ നമ്മുടെ വോളണ്ടിയേഴ്സ് പിടിച്ച് കൊണ്ടുവരും. ഞങ്ങളൊരു പ്രോപ്പർ റെഫറലൊന്നും ഇൻസിസ്റ്റ് ചെയ്യില്ല. പക്ഷേ വരുന്ന ആൾ പറയുകയാണ് എന്നെ RCCയിലെ ഇന്നയാളാണ് ചികിത്സിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിനൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടോ, കഠിന എക്സ്ക്രൂഷിയേറ്റിംഗ് വേദനയാണോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേദനയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് മറ്റേ ഡോക്ടറെ ഒന്ന് അറിയിക്കും, ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവർ വന്ന് പറയും, അയ്യോ പറയില്ലേ, അവിടെ പറയില്ലേ, അവർ വഴക്ക് പറയും എന്നൊക്കെ പറയും. ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, തൽക്കാലം വേണ്ടത് ചെയ്യാം. പക്ഷേ അവരറിയാതെ ചെയ്യുന്നത് അപകടമാണ്. നാളെ അവർ വേറെ വല്ലതും ചെയ്യുന്നത് ഇതറിഞ്ഞുകൂടാതെ ചെയ്താൽ അപകടം വരും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങളൊരു ഒഫീഷ്യൽ റെഫറലിന് കാത്തു നിൽക്കാറില്ല. മാത്രമാണോ, എവിടെയൊക്കെ സെന്റേഴ്സ് ഉണ്ട് ഇതിന്? ഞങ്ങൾ നേരിട്ട് നടത്തുന്നത് ഇത് മാത്രമാണ്. ഞങ്ങളുടെ വർക്ക് നാഷണലാണ്. ഡെമോൺസ്ട്രേറ്റ്, എഡ്യൂക്കേറ്റ്, ഫെസിലിറ്റേറ്റ് എന്നാണ് പോളിസി. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, കെയർ എങ്ങനെ കൊടുക്കാം, അത് അവരുടെ വീടുകളിൽ പോയി എങ്ങനെ കൊടുക്കാം. ഡെയിലി 7 ടീം അങ്ങോട്ട്, ഇവിടെ 14 ബെഡേ ഉള്ളൂ, 13 ബെഡേ ഉള്ളൂ. 7 വണ്ടിയാണ് ഓരോ സ്ഥലത്തേക്ക് പോകുന്നത് ഹോം വിസിറ്റിന്. അതുകൂടാതെ ഇപ്പോൾ ഈവനിങ് ഹോം വിസിറ്റ് ഇനിയൊരു ടീം പോയിട്ടുണ്ട്. അപ്പോൾ മറ്റു ഡിസ്ട്രിക്റ്റുണ്ട്. അപ്പോൾ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്തിൻ്റെ ഒരു 30-35 കിലോമീറ്റർ ഏരിയയിലേ പോകുന്നുള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം കൊളാബറേഷനാണ്. അതായത് അവിടെ ഒരു സ്ഥാപനവും, ഇപ്പോൾ കൊല്ലത്ത് ഒരു മറ്റേ വലിയ ചിന്നക്കട ജംഗ്ഷനിൽ തന്നെ ഒരു സ്ഥാപനമുണ്ട്. ഞങ്ങൾ സഹപ്രവർത്തകരാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ആളുകളെ ട്രെയിൻ ചെയ്തു, ഞങ്ങൾ ഡെമോൺസ്ട്രേഷൻ ഇവിടെ വന്നവർ ട്രെയിൻ ചെയ്തു, പഠിപ്പിച്ചു. പിന്നെ അവർക്ക് മോർഫിൻ കിട്ടണം, ഇതിൻ്റെ നൂലാമാലകൾ അവർക്ക് അറിഞ്ഞുകൂടാ, അതിനൊക്കെ സഹായിച്ചു. ഇപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടും. ഈ കൊളാബറേഷൻ നാഷൻ വൈഡാണ്. ഞങ്ങൾ
28 സംസ്ഥാനത്ത്, 29ാമത്തത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതലായി എല്ലാ സംസ്ഥാനത്തിലും ആക്റ്റീവാണ്. ഒരു 2 യൂണിയൻ ടെറിട്ടറി ഒഴിച്ച് ബാക്കി എല്ലായിടത്തും. അവിടുന്ന് ഞങ്ങളുടെ ആൾ പോയി നേരിട്ട് രോഗികളെ നോക്കുന്നില്ല. പലയിടത്തും ചെയ്യുന്നത് ഈ ഒരു ടീമുണ്ട്, ഞങ്ങളുടെ ഗസ്റ്റ് ലെക്ചറേഴ്സ് ഉൾപ്പെടെ. അവർ പോയി 10 ദിവസത്തെ കോഴ്സ് നടത്തും അവിടെ തന്നെ. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിലെ ഒരാൾ മാത്രമേ 10 ദിവസം ഉണ്ടാകൂ, ബാക്കിയുള്ളവർ മാറി മാറിയായിരിക്കും. അവർക്ക് അതാത് സ്ഥലത്തെ നാഷണൽ ഹെൽത്ത് മിഷൻ വഴി സപ്പോർട്ട് കിട്ടാനൊക്കെ നോക്കും. അതാത് സ്ഥലത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് അതോറിറ്റീസുമായിട്ട് ചേർന്ന് ഈ മോർഫിൻ ആക്സസ് നിയമം എങ്ങനെയും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ടോ? അത് പാലിയേറ്റീവ് അല്ല നടത്തുന്നത്. അല്ല, ഈ കൊളാബറേഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് കേരളത്തിനകത്ത് കൊളാബറേഷൻ ചെയ്യേണ്ടി വരുന്നത് ചുരുക്കമാണ്. കാരണം തുടക്കം കോഴിക്കോടായിരുന്നു. കോഴിക്കോടത്തെ ഓർഗനൈസേഷനാണ് ഇനിഷ്യലി ഇത് വെച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ കൊളാബറേറ്റ് ചെയ്തത്. അപ്പോൾ ഈ തെക്കൻ ജില്ലകളിലല്ലാതെ നോർത്തേൺ ജില്ലകളിലൊന്നും ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ തെക്കൻ ജില്ലകളിൽ കുറച്ച് ഇവിടെ എല്ലാം ഈ ഇതുപോലെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സയാണോ? അയ്യോ, അധികം സ്ഥലത്തും അതൊന്നുമില്ല. അധികം സ്ഥലത്തും പല സ്ഥലത്തും ഹോം വിസിറ്റ് മാത്രമേ ഉള്ളൂ. ഒരു മുറിയാണ് അല്ലെ 2 മുറിയാണ്. അവിടെ മാനേജ്മെൻറ്റ് വീടുകളിൽ പോയി നോക്കുക. പലയിടത്തും അധികം സ്ഥലത്തും OP ഉണ്ട്. ഇൻപേഷ്യൻ്റ് കെയർ ചുരുക്കമാണ്. ഇൻപേഷ്യൻ്റ് കെയർ ഭയങ്കര എക്സ്പെൻസീവാണ്. റൗണ്ട് ദ ക്ലോക്ക് സ്റ്റാഫ് വേണ്ടേ, 3 ഷിഫ്റ്റ്, ഈ 2 നഴ്സസ്. അപ്പോൾ 2 നഴ്സസ് വേണമെങ്കിൽ 5 ടൈംസ് ഉണ്ടെങ്കിലേ ലീവും ഓഫും ഒക്കെ കൂടെ ചേർത്ത് 10 നഴ്സസ് വേണം. സെക്യൂരിറ്റി വേണം. ഇതെല്ലാം ഡോക്ടർ റൗണ്ട് ദ ക്ലോക്ക് വേണം. റൗണ്ട് ദ ക്ലോക്ക് വേണമെങ്കിൽ എത്ര പേരായി? അപ്പോൾ ഇത്തരം എക്സ്പെൻസ് ഭയങ്കര കോസ്റ്റാണ്. ഇതെന്നെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമാണ്. പഠിക്കുന്ന കാലത്തെ കണക്കിന് മോശമാണ് എനിക്ക്. അല്ല, അപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ 76% ആൾക്കാരും പൂവറാണ്. ഈ പറയുന്ന കഠിനമായ വേദന അല്ലെങ്കിൽ മരണത്തിൻ്റെ വക്കിലെത്തുന്ന പല അവസരങ്ങളുണ്ട്. പിന്നെ രണ്ടാമത് ഈ സാധാരണ വയസ്സായ മനുഷ്യർ ഒരു വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ വന്നിട്ട് അവസാനം ഹോസ്പിറ്റലൈസ്ഡ് ആവും, ശ്വാസം മുട്ടൽ വരും, ഭയങ്കര വേദനയുണ്ടാവും, ചിലപ്പം പിച്ചും പേയും പറയും. പക്ഷേ ഇതിനോടൊക്കെ പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണുമ്പോൾ ഡോക്ടർമാർ ഇതിനെ ആ രീതിയിലല്ല, ഇതൊരു വേദനയാണ് യഥാർത്ഥത്തിൽ. ഈ വയസ്സായ ഒരു മനുഷ്യൻ 76 or 80 വയസ്സുള്ള ഒരു മനുഷ്യൻ അവസാന സമയത്ത് അനുഭവിക്കുന്ന ശ്വാസം മുട്ടലോ പിച്ചും പേയും പറയലോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരു വേദനയായിരിക്കും. പക്ഷെ അതിനോടൊന്നും ഒരു മെഡിക്കൽ ഇതിൽ നിന്ന് ആ തരത്തിലായിരിക്കില്ല ഒരു പ്രതികരിക്കുന്നത് കാണുന്നത്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ അത്തരം വേദനകളെ ഒന്നും കാണുന്നില്ല? അല്ല, ചോദ്യത്തിൻ്റെ തുടക്കം എന്തായിരുന്നു? അല്ല, അപ്പോൾ ഒരു ഓപ്പറേഷൻ ഓക്കെ നമുക്കറിയാം എത്ര നാളേ ഉള്ളൂ. അത് എനിക്ക് വേദന ആണ്, എനിക്ക് ചെയ്യണ്ട, എനിക്ക് പറ്റില്ല, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് ഞാൻ അനുഭവിച്ചത് എനിക്കറിയാം, എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആളിന് അവിടെയും ഇതേ തത്വങ്ങൾ തന്നെ. പാലിയേറ്റീവ് കെയർ ഇസ് ടു ബി ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ഓൾ ഹെൽത്ത് കെയർ എന്നാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലി പറഞ്ഞേക്കുന്നത്. അവിടെ എല്ലാം വേദന മാറണം. അത് താൽക്കാലികമായിട്ടുള്ളതാണെങ്കിലും മാറണം, അല്ലാത്തതാണെങ്കിലും മാറണം. ഈ രണ്ടാമത്തെ ഭാഗം ചോദ്യത്തിൻ്റെ ബാക്കി എന്തായിരുന്നു? സാധാരണ വയസ്സായി ഇത് വരുന്നവർക്ക് ഉണ്ടാകുന്ന, അതായത് അതിൽ ഡിമെൻഷ്യയുടെ കാര്യം പ്രത്യേകിച്ച് പറയണം. ഒന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ പ്രായത്തിൽ കുറച്ച് എമോഷൻസ് ലബയിലാവും, പെട്ടെന്ന് കരച്ചിൽ വരും, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. ഇവിടെ അത് നിങ്ങളത് മനസ്സിലാക്കിയാൽ, എൻ്റെ ഡോക്ടറെന്നോ നഴ്സെന്നോ ഉള്ള സ്ഥിതിക്ക് നിങ്ങളത് മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങൾ ഇച്ചിരി പാലിയേറ്റീവ് കെയർ കൂടെ പഠിച്ചിരിക്കണം, കുറച്ച്, അല്ലെങ്കിൽ ജീറിയാട്രിക്സ് പഠിച്ചിരിക്കണം, എന്നാലേ ഒക്കൂ. പ്രശ്നം, ഞങ്ങൾ ശരീരത്തിനെ മാത്രം നോക്കാൻ പഠിച്ചവരായതുകൊണ്ട് ശാരീരികമായ കാര്യങ്ങൾ നോക്കാനാണ് ഞങ്ങൾക്ക് കൂടുതൽ കഴിവും താല്പര്യവും. അതൊരു പ്രശ്നമാണ്. ഡിമെൻഷ്യ എന്നുള്ള ഒരാളിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഡിമെൻഷ്യയിൽ സഫറിങ് മുഴുവൻ ബന്ധുക്കൊക്കെ ഉള്ളൂ, ഇയാൾക്കൊന്നും ഓർമ്മയില്ല.
പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇൻറ്റൻസ് സഫറിങ്. കാരണം അതുവരെയും മുഖം കണ്ടറിയാം. ഒരു സ്റ്റേജിൽ പരിചയമില്ലാത്ത ഒരാളിനെ കണ്ടാൽ പേടിയാണ്, ടെററാണ്, എന്തൊക്കെയായിരിക്കും അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ, അതായത് അതിനൊക്കെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാലേ അത് പിന്നെ വീഴാനൊക്കെ സാധ്യതയുണ്ട്. ശരിയാ, പല മരുന്നും കൊടുത്താൽ ഉറക്കം ഉണ്ടാക്കുന്ന മരുന്നുകൾ കൊടുത്താൽ ആ പ്രായത്തിൽ ഫോള് കൂടുതലുണ്ടാവും, എല്ലൊടിയാൻ സാധ്യതയുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ആ ടെററുമായിട്ട് ഒരാൾ ജീവിക്കുന്നു. ഇപ്പോൾ ഡിമെൻഷ്യ അല്ലെങ്കിലും പല രോഗത്തിലും താങ്കൾ പറഞ്ഞ ഡെലിറിയം വരാം. സാധാരണ ആശുപത്രി കുറച്ച് കൂടുതലാണ്, ഞങ്ങൾ പ്രായമായവർക്ക് കുറച്ച് കൂടുതൽ. ഞങ്ങൾ താമസിക്കുന്ന എൻവയോൺമെൻറ്റ് മാറിയാൽ, ഒരു ICU ഉണ്ടിലെ എൻവയോൺമെൻറ്റ് പർട്ടിക്കുലർലി 1/3 പേര് 48 hours ഡെലിറീസ് ഇപ്പോൾ ഇല്ലാത്തതുണ്ടെന്ന് തോന്നും. ഇത് ഏത് മനുഷ്യനാണെങ്കിലും ഒരു വാർദ്ധക്യത്തിലെടുത്ത് പോകുന്നതോറും അതിൻ്റെ അളവ് 3/2 വരെ പോകാം. അപ്പോൾ ഇതിനെ ഇനി വീഴുമെന്ന് വിചാരിച്ച് ചികിത്സിക്കാതിരിക്കുന്നത് വലിയ ക്രൂരതയാണ്. കാരണം നമ്മൾ ഫ്രാക്ചറിനെ ഒരു പ്രശ്നമായിട്ട് കാണുന്നു, ഈ ടെററിനെ ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. അപ്പോൾ അവിടെ അതെങ്ങനെ ചികിത്സിക്കണമെന്ന്, എങ്ങനെ അഡിക്വേറ്റ്ലി ഹാൻഡിൽ ചെയ്യണമെന്ന് ഡോക്ടർ പഠിച്ചിരിക്കണം. അല്ലാതെ അവിടെയുള്ള ട്യൂമറിനെയും അവിടുത്തെ സെല്ലിലെ കെമിസ്ട്രിയും മാത്രം പഠിച്ചിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ നിന്നാൽ അയ്യോ ഫോളുണ്ടാവും, ആ മരുന്നൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നേക്കും. അപ്പോൾ എനിക്ക് നാളെ എഴുതി വെച്ചേക്കുന്നത് ഡിമെൻഷ്യ ആണെങ്കിൽ എൻ്റെ ഒരു പ്രതീക്ഷ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ അഡ്വാൻസ് ഡയറക്റ്റീവ് ഒക്കെ, അതിനെപ്പറ്റി പറയണം നമുക്ക്. പാലിയേറ്റീവ് കെയറുകാർ കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് വേണം ട്രീറ്റ്മെൻറ്റ്. എൻ്റെ ഡിമെൻഷ്യയ്ക്ക് ന്യൂറോളജിസ്റ്റ് മാത്രം ട്രീറ്റ് ചെയ്താൽ പോരാ, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ പഠിച്ച ന്യൂറോളജിസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ന്യൂറോ പാലിയേറ്റീവ് കെയർ എന്നും പറഞ്ഞൊരു സബ് സ്പെഷ്യാലിറ്റി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ട് ബോംബെയിൽ ഹിന്ദു ജയിലിലുള്ള ഒരു ഡോക്ടറാണ് അതിൻ്റെ നാഷണൽ ലീഡർ. ഞങ്ങൾ പാലിയേറ്റീവ് കെയറുകാരുടെ അടിയുറച്ച വിശ്വാസം, there is no situation where nothing can be done. ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് ഒരു സിറ്റുവേഷനും ഇല്ല. കാരണം ഡിമെൻഷ്യ മാറ്റാനൊന്നും ചെയ്യാൻ പറ്റില്ല, ഡിമെൻഷ്യ കുറയ്ക്കാനൊന്നും ചെയ്യാനില്ല, വേണ്ട. പക്ഷേ അതുമാത്രമാണോ വൈദ്യശാസ്ത്രത്തിൻ്റെ ഫങ്ഷൻ? രോഗസംബന്ധമായ ദുരിതം മാറ്റാൻ ഞങ്ങൾക്കൊരു ചുമതലയില്ലേ? അപ്പോൾ ഇവിടെ പാലിയേറ്റീവ് കെയറിന് അതെന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ന്യൂറോളജിസ്റ്റ് ആണെങ്കിൽ നേരത്തെ വേണ്ടത് ചെയ്യും, അല്ലെങ്കിൽ റെഫർ ചെയ്യും. പക്ഷേ ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ, അത് സാധാരണ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ കൂടുതൽ നോക്കുന്നത്. ഞങ്ങൾ നോക്കുന്നതിൽ 76% ഐദർ ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ പൂവറാണ്. മറ്റവർ ഞങ്ങൾക്ക് 24% ഉള്ളൂ. അത് തന്നെ അവർ വരുന്നത് അവസാന കാലത്താണ് കൂടുതൽ. അവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഭയം എന്തൊരു ഹാർട്ട്ഫുള്ളാണ്. ഒരറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിരുന്നു, ഞാൻ ഒരിക്കൽ ചികിത്സിച്ചിരുന്ന പാലിയേറ്റീവ് കെയർ കൊടുത്തിരുന്ന ആൾ. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം തീരുമാനിച്ചു, തോന്നി ഭാര്യ വീടിനെ ഒരു വേശ്യാലയമാക്കി മാറ്റിയെന്ന്. അദ്ദേഹത്തിൻ്റെ ഭയം, എൻ്റെ മോള് നാളെ കോളേജിൽ നിന്ന് വരും, അയ്യോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവക്കെന്ത് പറ്റും? ആ സ്ത്രീയുടെ വേദനയോ? എന്നാലും എന്ത് ഡിമെൻഷ്യ ആണെങ്കിലും എന്നെപ്പറ്റി അങ്ങനെ വിചാരിച്ചില്ല, അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഡെലിറിയെ ട്രീറ്റ് ചെയ്യണം. ഞങ്ങൾ ഹൈപ്പോ ആക്റ്റീവ് ഡെലിറി എന്ന് പറയും. അത് ഇത്രയുമായി അജിറ്റേഷനായി ഹലൂസിനേഷനൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ചികിത്സിക്കണം. അപ്പോൾ പ്രശ്നമുണ്ട്, ചിലപ്പോൾ ഫോളുണ്ടായി എന്ന് വരും. അതിൻ്റെ ഒരു ബാലൻസ് വേണം. അദ്ദേഹത്തിൻ്റെ കംഫർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആകുന്നിടത്തോളം ശ്രദ്ധിക്കാം എന്ന് തീരുമാനിച്ച് അത് നോക്കേണ്ടി വരും. രാത്രിയിൽ നിന്ന് ഉറങ്ങാൻ മരുന്ന് കൊടുക്കണം. ഉറക്കത്തിൽ എണീറ്റെന്നാൽ വീണേക്കും. പക്ഷേ അതില്ലെങ്കിലോ രാത്രി മുഴുവൻ പേടിച്ച് കിടക്കുകയല്ലേ. ഇത് ക്രൂരമായ ഒരിതാണ്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന സിറ്റുവേഷനില്ല. ഈ എല്ലാം കൂടെ ഒരു
75 ന്യൂറോളജിസ്റ്റ് ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ പഠനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ഞാൻ പറഞ്ഞ ഡോക്ടർ രൂപ് ഗുർസാനി എന്ന് പറയുന്ന ഹിന്ദുജ ഹോസ്പിറ്റലിലെ മുംബൈയിലെ ഒരു ന്യൂറോളജിസ്റ്റാണ് അതിൻ്റെ ലീഡ്. അദ്ദേഹം ഒരു 3 കോഴ്സ് നടത്തിയത് എനിക്കറിയാം. ഞങ്ങൾ പലപ്പോഴും അദ്ദേഹമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെഷ്യലിസ്റ്റ് പതിയെ വളർന്നു വന്നിരിക്കുകയാണ്. വേദനയെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സമൂഹമാണ് പൊതുവെ ഒരു ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ചും കേരളത്തിൽ. ഇപ്പൊ നോർമൽ ഡെലിവറിയെ സുഖപ്രസവം എന്ന് വിളിക്കുന്ന ഒരു സമൂഹമാണ്. അവിടെ ഒരു വേദനയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് ഒരു സംഭവം ഉണ്ട്. അതാണോ ഇതിന്റെ ഒരു റീസൺ? അത് ഒരു വളരെ തത്വശാസ്ത്രപരമായ ഒരു ഫിലോസോഫിക്കൽ ആറ്റിറ്റ്യൂഡാണ് ലാഫിങ് അറ്റ് പെയിൻ. ഇറ്റ്സ് ഒരു ഫിലോസഫറുടെ ഡെഫിനേഷൻ, സംബഡി ഹു ക്യാൻ ലാഫ് അറ്റ് പെയിൻ സോ ലോങ് ആസ് ദ പെയിൻ ഇസ് സംബഡി എൽസസ്. സ്വന്തം വേദന വരുമ്പോൾ കഥ മാറി. എല്ലാവർക്കും ഉള്ളതല്ലേ. All women go through this. Why do you make it a big issue? You're actually belittling the psychology of the person who's actually on the verge of, you know, a lot of tension. Appo angane varuna oru normalizing aspect undu. And adil thanne doctors also are a part of it, because they just pile you on painkillers rather than doctor parnja oru psychological level il povunnenekkalum they just pile you on with painkillers. അല്ല, ഈ പറഞ്ഞത് ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമൊന്നുമല്ല. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഡെലിവറിക്ക് പെയിൻ ഉണ്ടെങ്കിൽ പെയിൻലെസ് ഡെലിവറി ഓപ്ഷൻ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ സെപ്പറേറ്റ് വിങ് ഉണ്ട്. അവർ നമ്മളെ സമീപിക്കും, നിങ്ങൾക്ക് ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം, അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര പേ ചെയ്യണം, ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞത് ഇൻഡസ്ട്രിയുടെ ഒരു നല്ല വശമാണെന്ന് ഞാൻ പറയും. പക്ഷേ അൾട്ടിമേറ്റ്ലി അതാണല്ലോ, ഏത് രീതിയിൽ പെയിൻ ഇല്ലാതാക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമല്ലോ നമ്മൾ. അല്ല, ഇതിപ്പോൾ ആണുങ്ങൾക്കും പറയാൻ എളുപ്പമുണ്ട്. അതങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് റിലിജിയസ് ഇതിന് ഒരു കൊട്ടേഷനുമൊക്കെ പറയാം. ഇൻ പെയിൻ ഷാൽ ദൗ ബ്രിങ് ഫോർത്ത് ചിൽഡ്രൻ എന്ന് പണ്ട് അവയെ ശപിച്ച കഥ വരെ പറയാം. പക്ഷേ അതിന് മറുവശം ഒരു ആദ്യത്തെ ഏർലി കാലത്തെ ഒരു വേദന ചികിത്സിച്ച ഒരു അനസ്തീഷ്യ കണ്ടുപിടിച്ച കാലത്തെ ഒരാൾ പറഞ്ഞു, അത് ഒറിജിനൽ ഹീബ്രുവിൽ പെയിൻ എന്നല്ല വാക്ക്, വിത്ത് ലേബർ എന്നുള്ളതായിരുന്നു. ലേബർ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ജോലിയുണ്ട് എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സാധനം നിൽക്കട്ടെ. ഇവിടെ ആണുങ്ങൾക്ക് അത് പറയാൻ എളുപ്പമാണ്. പക്ഷെ പലപ്പോഴും ഞാൻ 2 പറ്റതാ, ഇങ്ങനെ കിടന്ന് വെള്ളം വയ്ക്കാനൊന്നുമില്ല, അവിടെ കിടന്നാൽ മതി, വളരെ കോമൺ. ഇതിലൊരു കാര്യം, ഇത് ടൈം ലിമിറ്റഡാണ്. നമുക്ക് ഒരു 1.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വേദനയാണെങ്കിൽ ഈ അനുഭവിച്ച വ്യക്തി ഇത് പറയില്ല. കുറച്ച് കാലം കൊണ്ട് കഴിഞ്ഞല്ലോ 2 മതി എന്നും പറയുന്ന ഒരവസ്ഥയിലെത്തും മനസ്സ് ആയിരിക്കാം. പക്ഷേ ഈ പറഞ്ഞത് ഒരു ഫിലോസോഫിക്കൽ ആറ്റിറ്റ്യൂഡ് ടു പെയിൻ ആക്ച്വലി വർക്ക്സ് ഓൺലി വെൻ ആ വേദന അനുഭവിക്കുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിലേ ഉള്ളൂ. ഞാൻ 3 സാധാരണ മതത്തിലെയും വലിയ ആചാര്യന്മാരെ ചികിത്സിച്ചിട്ടുണ്ട്. ഈ വേദനയെ ആ തുടക്കത്തിലൊക്കെ ഉണ്ടാവും. ഡിസോസിയേറ്റ് മൈൻഡ് ഫ്രം ദി ബോഡി. രമണ മഹർഷിയുടെ കഥ. രമണ മഹർഷിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് സർജൻ ചോദിച്ചു, അനസ്തീഷ്യ തരട്ടെ, അതിന് മുമ്പ് അനസ്തീഷ്യ തരട്ടെ എന്ന് വെച്ച് വേണ്ടെന്ന് പറഞ്ഞു. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഡോണ്ട് യു ഹാവ് പെയിൻ? ഉടമ്പക്കിരുക്ക് എനക്കെന്നാ, ഓക്കെ, ശരീരം വേദനിച്ചോട്ടെ, എന്നെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നും പറയുന്നത് ഒരു ടൈം ബൗണ്ട് പെയിനിലേ പറ്റൂ. അത്രയും ശക്തി എനിക്കൊന്നുമില്ല അങ്ങനെ ഉള്ളവർക്ക്. പക്ഷേ അദ്ദേഹവും 3ാമത്തെ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞ് പിന്നെ ഓപ്പറേഷൻ ചെയ്യാനൊക്കെ ഇല്ല എന്നുള്ള സ്ഥിതിയായപ്പോൾ രാത്രിയിൽ കിടന്ന് കരയുന്നത് പുറത്ത് കേൾക്കായിരുന്നു, എത്രയൊക്കെ മനസ്സിനെ ഡിസോസിയേറ്റ് ചെയ്താലും. പിന്നെ മെഡിക്കൽ ഇടത്തെന്താന്നുള്ളതൊരു
ഒരു 10-30 വർഷം വരെ വളരെ വ്യക്തമായിരുന്നു. ശ്വാസം നിലയ്ക്കുന്നു, പൾസും പോകുന്നു, മരണം. പക്ഷേ ഇപ്പോൾ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡായി. ബ്രെയിൻ ഡെത്ത് എന്നുള്ള കോൺസെപ്റ്റ് വന്നപ്പോൾ ബ്രെയിൻ ഡെത്തിൽ തലച്ചോറിൻ്റെ ഈ താഴെ അറ്റത്തെ ഭാഗം മാത്രം പ്രവർത്തിക്കുന്നു, വേറെ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ സൈനും ഇല്ല. അവിടെ ശ്വാസം കൃത്രിമമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും കുറേ കാലം കൂടെ. ഇറ്റ്സ് ബ്രെയിൻ ഡെത്ത്. അപ്പോൾ ഡെത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഡെത്ത് എന്താണെന്ന് പോലും പല ഇനമായി. ബ്രെയിൻ ഡെത്തും പിന്നെ കാർഡിയാക് ഡെത്തും വേറെയായി. അതായത് once you are dead, of course not. ബ്രെയിൻ ഡെത്ത് ആണെങ്കിൽ പിന്നെ ഒരു ഫങ്ഷനും ഇല്ല ഹാർട്ട് ബീറ്റ് അല്ലാതെ. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് വെൻറ്റിലേറ്ററിൽ ഇട്ടാൽ ഹാർട്ട് കുറച്ചുകൂടെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയം കൊണ്ടാണ് ഓർഗൻസൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത്. അതിൽ നിന്ന് തിരിച്ചു വരവില്ല, ഒരു ബ്രെയിനിൻ്റെ ഫങ്ഷനുമില്ല, കോൺഷ്യസ്നെസ്സൊക്കെ ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്ത് നോക്കിയാൽ ഫ്ലാറ്റ് ആയിരിക്കും അല്ലേ. പിന്നെ ഒരു മണ്ടൻ ചോദ്യമാണ്, പക്ഷെ എന്നാലും ആ സമയം വരെ നമ്മുടെയൊക്കെ മൈൻഡ് പ്രവർത്തിക്കുന്നുണ്ടാകും. ഒരു ലാർജ് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഡെലിറിയത്തിൽ പോവും, കുറേ അധികം പേര്. അത് നമുക്ക് പെർസെൻറ്റേജ് കുറയ്ക്കാൻ വിത്ത് പ്രോപ്പർ കെയർ എന്നുള്ളതേ ഉള്ളൂ. അവരാണ് പലപ്പോഴും നമുക്ക് കെയർ കൊടുക്കുമ്പോൾ ഉറക്കേണ്ടി വരുന്നത്. അല്ലാത്തവർ ഫൈനൽ മിനിറ്റ്സ് വരെ കോൺഷ്യസ് ആയിട്ടിരിക്കുന്നവരുണ്ട്. കോൺഷ്യസ്നെസ് അവര് ചിന്തിക്കാവുന്ന ഒരു അവസ്ഥയിലായിരിക്കും ആ സമയം വരെ. അതായത് ഞാനിപ്പോൾ പോവുകയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാവും. ഫൈനൽ മിനിറ്റ് അല്ല, ബ്രെയിൻ ഡെത്തുമായിട്ട് ഒരു മസമല്ല, ഇതല്ലാത്ത ഒരു ഡെത്തിൽ. പക്ഷേ അത് ഫൈനൽ മൊമെൻറ്റ്സിൽ അത് പറയുന്ന ആളും അൺകോൺഷ്യസ് ആവും, ജോബ് ബ്രീതിങ് വരും, അങ്ങനെ പോകും. Pain stops when death starts setting in. Not only pain, all sensations, all cognition, ചിന്തിക്കൽ, അതെല്ലാം പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. Death is painless. Death is ultimately painless. Death can be painless. Death can be painful. And അവിടെയാണ് ഞങ്ങൾ വരുന്നത്. ഒരു പെയിൻ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയ്ക്ക് ഡോക്ടർ എന്താ സജസ്റ്റ് ചെയ്യുക? വി നീഡ് ടു ലെറ്റ് ഹിം ഓർ ഹർ ഡൈ പീസ്ഫുള്ളി ഓർ വി നീഡ് ടു ട്രൈ എവറിത്തിങ് പോസിബിൾ? അപ്പോൾ ഇതിന് 2 ചോദ്യത്തിനും ചേർത്ത മറുപടി പറയാൻ പോകുന്നത്. ഇത് വേറെ ആരുടെയോ പ്രശ്നമായിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് വിഷമം. എനിക്ക് നിങ്ങളെക്കാളൊക്കെ ഒത്തിരി പ്രായമുള്ളതുകൊണ്ട് എനിക്ക് മുമ്പേ കാണാം എൻ്റെ അവസാനം. എൻ്റെ സമയം വരുമ്പോൾ അയ്യോ ഭയമാകുന്നു. കാരണം ഞാൻ ഇൻറ്റൻസീവ് കെയർ ചെയ്തിട്ടുള്ള ഡോക്ടറാണ് ഒരുപാട് കാലം. അത് എത്രത്തോളം കംഫർട്ടബിളൊരു സാധനമാണെന്ന് എനിക്കറിയാം. അവിടെ എത്രത്തോളം ടോർച്ചറുണ്ടെന്നറിയാം. മരണത്തോടടുക്കുമ്പോൾ ഞാൻ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. സ്വന്തം മരണത്തിനെപ്പറ്റി ചിന്തിക്കാൻ ഇപ്പോൾ ധൈര്യമുള്ള ആളുകളോട് ചോദ്യം. അത് ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടെ വിഷമമായിരിക്കും. ആ സമയത്ത് എന്താണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്? ഫോർ മീ, ഞാൻ എൻ്റെ കാര്യം ചോദിക്കാം. വാട്ട് വുഡ് ബി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ? ഒരു ഇതുപോലെ നല്ല എയർ കണ്ടീഷനിങ്, ഇത് പോരാ, ഇതിനേക്കാളും നല്ല തണുപ്പായിരിക്കും. AC ഉണ്ട്. എൻ്റെ എല്ലാ ശരീര ഓർഗൻ്റെയും ഹാർട്ടിൻ്റെയും കിഡ്നിയുടെയും ശ്വാസകോശത്തിൻ്റെയും ഒക്കെ പ്രവർത്തനം ഓരോ മിനിറ്റും അവിടെ ബ്ലീപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 20 രോഗികളുണ്ട് ICU യൂണിറ്റ് ആണെങ്കിൽ ഒരു ആവറേജ് ഒരു 100 ബ്ലീപ്പ് കേൾക്കാം. രാത്രിയും പകലും തമ്മിൽ വ്യത്യാസമില്ല, ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. മനുഷ്യരുണ്ടോ? എന്തോ തലപ്പാവും മാസ്കും ഒക്കെ വെച്ച് ഏതോ അന്യഗ്രഹ ജീവികൾ ചുറ്റും ഇങ്ങനെ നടക്കും. ഒരു തൊണ്ടയിലേക്ക് ഒരു ട്യൂബ് ഇട്ടിരിക്കും, അല്ലെങ്കിൽ കഴുത്ത് തുളച്ചിരിക്കും. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഉൾവശം ശരീരത്തിൻ്റെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ്. ഒരു പൊടി അകത്ത് പോയാൽ നിങ്ങളെങ്ങനെ ചുമയ്ക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഇതിനകത്തേക്ക്
ഒരു ട്യൂബ് കയറ്റുകയാണ്, സക്ഷൻ ചെയ്യാൻ, ഫ്ലൂയിഡ് എടുത്ത് കളയാൻ. പ്രാണവേദനയാണ്. ഇതൊക്കെയാണോ എനിക്ക് വേണ്ടത്? എനിക്ക് ശാരീരിക സൗഖ്യം വേണം. വേദനയോ ശ്വാസം മുട്ടോ എന്താണ് ശാരീരിക അസ്വസ്ഥയെന്ന് വെച്ചാൽ മാറ്റിക്കിട്ടണം. എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ വേണം ചുറ്റും. ആ സമയത്തും എന്നെ കെട്ടിപ്പിടിക്കാനോ ഒക്കെ ഒരാൾ വേണം. നെറ്റിയിൽ ഒരു ഉമ്മ തരാൻ ആൾ വേണം. കൊച്ചുമക്കളെ അകത്തേക്ക് കയറ്റുന്ന ഏതെങ്കിലും ICU യൂണിറ്റ് കണ്ടിട്ടുണ്ടോ? അവരുടെ ഒരു ഉമ്മ കിട്ടുന്ന പോലെ എന്താ പ്രഷ്യസ് ആയിട്ടുണ്ടാവുക. പേടി തോന്നിയാൽ പിടിക്കാനൊരു കൈ വേണം. ഇതൊക്കെയല്ലേ ഏറ്റവും പ്രധാനം. ഇതിനെ എല്ലാത്തിനെയും സിസ്റ്റമാറ്റിക്കായിട്ട് എന്നിൽ നിന്ന് മോഷ്ടിക്കപ്പെടും. പകരം എനിക്ക് വിൽഫുള്ളായിട്ട് സഫറിങ് തരും. ഞാനിത് പലർക്കും ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമെങ്കിലും ഞാൻ ശക്തിയുക്തം പറയുകയാണ്, ഈ ചെയ്യുന്നത് അനീതിയാണ്, തികഞ്ഞ അനീതിയാണ്. അസോൾട്ട് ആൻഡ് ബാറ്ററി ഫോൺ ദ പേഴ്സണാണ്. അത് നമ്മൾ അങ്ങനെ കാണാൻ സാധിച്ചാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് നടക്കപ്പെടുന്നത്. ടോട്ടലി അൺകോൺഷ്യസ് ആണെങ്കിൽ ഇല്ല. എവിടെയെങ്കിലും മെജോറിറ്റി ആൾക്കാർക്കും ഫീൽ ചെയ്യും, മെജോറിറ്റിക്കും ഫീൽ ചെയ്യും. യൂത്തനേസിയ എന്ന് വെച്ചാൽ എന്താണ്? കില്ലിംഗ് ആണ്. ഒരു സംശയമില്ല, ഞാൻ ക്രൂരമായ വാക്കാണ് ഉപയോഗിക്കുന്നത്. നല്ല ഉദ്ദേശത്തോടു കൂടി കഷ്ടപ്പാട് കുറയ്ക്കാൻ വേണ്ടി കൊല്ലുന്നതാണ് യൂത്തനേസിയ. അതെങ്ങനെ പാസീവാകും? നമ്മുടെ സമ്മതത്തോടെ കൊല്ലുന്നതല്ല. നമ്മുടെ സമ്മതത്തോടെ കൊല്ലുന്നതെന്നുള്ള വാക്ക് തന്നെ പറയുന്നത്. പക്ഷേ അതല്ല നമ്മൾ ഇതുവരെയും പറഞ്ഞത്. നമ്മൾ സ്വാഭാവിക മരണം സംഭവിക്കാൻ അനുവദിക്കുന്നേ ഉള്ളൂ. മരണം സംഭവിക്കുമല്ലോ, സ്വാഭാവിക മരണത്തിനെ അനുവദിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്നതെല്ലാം. അല്ലാതെ കൊല്ലാൻ വേണ്ടി, ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. സഡൻ ആണോ അല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഞാനൊരു പ്രവൃത്തി ഈ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. ഞാനൊരു മരുന്ന് കുത്തിവെക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ആ മെഷീൻ ഇല്ലെങ്കിൽ സ്വാഭാവിക മരണം സംഭവിക്കും. അത് അനുവദിക്കുന്നു. ഡോക്ടറെ, സ്വന്തം ജീവിതം ജീവിതം മതി എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മൾക്കില്ലേ? ഓരോരുത്തർക്കും അത് വേണ്ടതല്ലേ? ഇത് പറയാം, യൂത്തനേസിയ. ഇത് നമ്മൾ വിഷയം മാറിയേ, നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന വിഷയമേ അല്ല. കൂടെ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ സ്പിരിച്വൽ ലീഡേഴ്സ് ഒക്കെ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ 10 ദിവസമൊക്കെ ഇരുന്നങ്ങ് മരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോകാറുണ്ട് എന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ അവിടെയും ഈ റിലീജിയസ് ലീഡേഴ്സ് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അല്ല, ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ യൂത്തനേസിയയിലേക്ക് വരാം. അതായത് ഒരു ക്രിസ്ത്യൻ സഭയാണ് ഈ പാസീവ് യൂത്തനേസിയ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന്, ഈ പാസീവ് യൂത്തനേസിയ എന്നുള്ള വാക്കിൻ്റെ അബദ്ധം കൊണ്ട് ഇത് നിലപാടെടുത്തത്. ഈ ജൈനിസത്തിൽ 2 സെക്ടറിൻ്റെയും ഒരു സെക്ടർ സന്താര എന്ന് പറയും, മറ്റത് സല്ലേഖന എന്ന് പറയും. ഹിന്ദുയിസ്റ്റിൽ പ്രായോപവേശം എന്നുണ്ട്. ഇവരെല്ലാം പറയുന്നത് എൻ്റെ ഈ ലോകത്തിലെ കടമകളൊക്കെ അവസാനിച്ചു, ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാത്തിലും റിലീജിയസ് എൽഡേഴ്സ് സമ്മതിക്കണം. കോടതിക്ക് പകരം വേറൊന്ന്, അതായത് ഇയാൾക്ക് കടമയൊന്നും ബാക്കിയില്ല, ഇയാൾ ശരി നീ പൊക്കോ എന്ന് പറയുന്നെങ്കിൽ അതിന് പ്രോസസ്സൊക്കെ ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് അണ്ടർ സൂപ്പർവിഷൻ. ഞാൻ ഓരോ ഭക്ഷണകാര്യമായിട്ട് ഉപേക്ഷിക്കുന്നു. സാവകാശം, അതായത് കൊടിയ വിശപ്പിൻ്റെ കഷ്ടപ്പാടില്ലാതിരിക്കാൻ ഇന്ന് മുതൽ ഇതില്ല. 2 ആഴ്ച കഴിയുമ്പോൾ ഇതും കൂടെ നിർത്തുന്നു, 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ ഇതും കൂടെ നിർത്തുന്നു. അങ്ങനെ സാവകാശം യൂഷ്വലി ഒരു മാസങ്ങളെടുക്കും, ഒരു 3 months എടുക്കുന്ന പോകുന്ന ഒരു പ്രക്രിയയാണ് ഈ ജൈനിസത്തിലും ഹിന്ദുയിസത്തിലും പറഞ്ഞിട്ടുള്ളത്. ജൈനിസത്തിലാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നത്. അതിനോട് എങ്ങനെ ഡോക്ടർ എഗ്രി ചെയ്യുന്നുണ്ട്? ഈസ് ദാറ്റ് ഡിസൈറബിൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതൊരു അഭിലഷണീയമായ രീതിയാണ്. ഞാൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതിന് എനിക്കൊരു വിഷമമുണ്ട്. അതായത് ഈ ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം, അത് പിന്നെ ഇതുപോലെ വേണോ, സല്ലേഖന പോലെ വേണോ, എന്നാൽ പിന്നെ മറ്റേ സ്വിറ്റ്സർലൻഡിൽ ചെയ്യുന്ന പോലെ പെട്ടെന്നങ്ങ് ആയിക്കൂടെ എന്നൊരു ചോദ്യം വരും. ന്യായമല്ലേ? ഞാനെന്തിനാ ഈ 2.5 മാസം കിടന്ന് കഷ്ടപ്പെടുന്നത്?
എനിക്ക് ഏതായാലും പോകാൻ തീരുമാനിച്ചു. പിന്നെ എന്തിനായി ഡ്രാമയൊക്കെ, ഞാൻ അങ്ങ് പോവാം. സ്വിറ്റ്സർലൻഡ് മാത്രമല്ല, നെതർലാൻഡ്സ്, എത്രയോ രാജ്യങ്ങൾ. അപ്പോൾ അത് ഒരു ചോദ്യം വരും. പക്ഷേ ഇവിടെ എൻ്റെ ബുദ്ധിമുട്ടതാണ്. ആ രാജ്യങ്ങളിൽ പാലിയേറ്റീവ് കെയർ ലഭ്യമാണ്. എൻ്റെ അടുത്ത് വരും, ഞങ്ങളുടെ എല്ലായിടത്ത് വരും, എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു തരണേ, സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്. എന്നോട് 2 ഭാര്യമാർ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ വാചകം എനിക്ക് ഓർമ്മയുണ്ട്, കണ്ടിരിക്കാൻ കഴിയുന്നില്ല, ഒന്ന് എന്തെങ്കിലും കൊടുത്തൊന്ന് കൊന്നോളി. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ആരും അറിയില്ല ഡോക്ടറെ, ഞാനിത് സത്യം ചെയ്യാം, ആരും അറിയില്ല, ഒന്നേരെ. ഇതെന്താ അവർ പറയുന്നത്? ഈ കഷ്ടപ്പാട് സഹിക്കാൻ വയ്യ, കഷ്ടപ്പാട് കണ്ടു നിൽക്കാൻ വയ്യ എന്നാണ്. അങ്ങനെ പറയുമ്പോൾ ഞാൻ ആ കഷ്ടപ്പാട് മാറ്റാൻ നോക്കണോ? കയറി കിടക്ക്, എന്നാൽ പിന്നെ നമുക്ക് ഞാനങ്ങ് തീർന്നേക്കാന്ന് പറയണോ? മിക്കവാറും ഈ കൊന്നു തരണേ എന്ന് പറയുന്നവർ അടുത്ത ദിവസം, അതിൻ്റെ അടുത്ത ദിവസമോ എണീറ്റ് നിന്ന് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കും. ഇന്ന് ഇതുപോലെ ഒന്ന് കൊല്ലണേ എന്ന് പറഞ്ഞ ആൾ അടുത്ത ദിവസം, അല്ല ഡോക്ടറെ, നിങ്ങൾ ഈ വേദന മാറ്റിയല്ലോ, ഈ രോഗവും കൂടെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് 9 out of 10 സ്റ്റാറ്റിസ്റ്റിക്കലി അല്ല, യൂഷ്വലി അതാ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു സംസ്കാരമുള്ള ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഒരാൾ കഷ്ടപ്പെട്ടാൽ ആ കഷ്ടപ്പാട് മാറാൻ ശ്രമിക്കണോ, അതോ അപ്പോൾ തന്നെ യൂത്തനേസിയെ പറ്റി ആലോചിക്കണോ? ഇന്ന് നമ്മൾ ഇന്ത്യയിൽ യൂത്തനേസിയെ പറ്റി ആലോചിച്ചാൽ നമ്മൾ രണ്ടാമത് പറഞ്ഞാണ് ചെയ്യുന്നത്. Less than 4% of Indians get access to pain management. 96+% വേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ നേരെ യൂത്തനേസിയെ പറ്റി ആലോചിക്കാൻ താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ പ്ലീസ് തിങ്ക് അബൌട്ട് പാലിയേറ്റീവ് കെയർ. അതിനൊന്ന് ഡിമാൻഡ് ചെയ്യൂ, അതിനുവേണ്ടി ശബ്ദമുയർത്തൂ. എന്തിനാ നമ്മൾ നേരെ കോടതിയിൽ പോയി മറ്റേ യൂത്തനേസി വേണമെന്ന് പറയും? യൂത്തനേസിയെ ലീഗലൈസ് ചെയ്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു കാനഡ ആയിരുന്നു, 2018. ആ വർഷം 2 നിയമം പാസ്സാക്കി. ഒന്ന്, പാലിയേറ്റീവ് കെയർ ഒരു മനുഷ്യാവകാശമാണ്. 2, യൂത്തനേസിയെ ലീഗലൈസ് ചെയ്തു. ഈ കോവിഡ് കാലത്ത് ഒരു യൂറോപ്യൻ മനുഷ്യനുണ്ടായിരുന്നു ഇവിടെ. അയാൾ ഒരു കോവളത്ത് ഒരു സുഹൃത്തുമായിട്ട് താമസിക്കുകയായിരുന്നു. കോവിഡൊക്കെ വന്നപ്പോൾ അയാൾ സുഹൃത്തങ്ങ് പോയി, ലോക്ക്ഡൗണായി. അവിടെ കിടന്ന് നരകച്ച് കിടന്നു, പുഴുവരിച്ച് കിടന്നു. എങ്ങനെയോ ആരൊക്കെ ഇൻവോൾവ് ചെയ്ത് ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാക്കി. അത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് അവിടെ അവർക്ക് ലോങ് ടേം പറ്റില്ല. അവിടെ ഒരു ഫ്രണ്ട്, ഒരു ഫ്രണ്ടുണ്ട് വിദേശത്ത്. അയാൾ കുറച്ച് പൈസ അയച്ചു തരും. ഞങ്ങളിവിടെ കൊണ്ടുവന്നു, ഇവിടെ കിടന്നു മരണം വരെ, മേ ബി 3 months. ബന്ധുക്കളില്ല, ലോകത്താരുമില്ല. ഒരു സുഹൃത്തുണ്ടായിരുന്ന ആൾ പോയി, ആരുമില്ലാത്തവർക്ക് നമ്മൾ ബന്ധുക്കളാവും. നമ്മുടെ പരിമിതിക്കുള്ളിൽ ഹി വാസ് ട്രീറ്റഡ് വിത്ത് അഫെക്ഷൻ. ഇവിടെ എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ വിഷുവിന് കണി കാണുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ചിലരുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ട്. വല്ലപ്പോഴും ഒരു മോണോസിലബിളേ പറയുള്ളൂ. ബട്ട് ബി വിക്കെയിം ഹിസ് ഫാമിലി. നേരത്തെ പറഞ്ഞതിൽ നെഗറ്റീവായ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് എന്ത് തരം എക്സ്പീരിയൻസ് ആണ്? അതായത് ഒരാളെ വിസമ്മതിക്കുന്നതാണോ അതോ? ഞാൻ നേരത്തെ ഒരു ദൈവത്തിനെ കാണുമ്പോൾ അത് പറഞ്ഞില്ലേ, ആ മനുഷ്യന് ശ്വാസം മുട്ടായിരുന്നു. ഒരു വേദനയെക്കാളും ചിലപ്പോൾ ക്രൂരമായിരിക്കും ശ്വാസം കിട്ടാത്ത ഫീലിംഗ്. എന്ത് ഡ്രെഡ്ഫുൾ വേദന. അപ്പോൾ ഇത്തരം ശ്വാസം മുട്ട്, മറ്റേ സാധാരണ ആശുപത്രിയിൽ പലപ്പോഴും അതിന് ചികിത്സ ട്യൂബിട്ട് വെൻറ്റിലേറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ ആ ശ്വാസം മുട്ട സെൻസേഷൻ പോകണമെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മരുന്നുകൾ കുറച്ച് ഉറക്കം ഉണ്ടാക്കും. ആ മനുഷ്യന് അത് കൊടുക്കാൻ ബന്ധുക്കൾ സമ്മതിക്കില്ല.
അയാൾക്ക് വേണം. ലീഗലി അയാളുടെ വിശ്വാസമാണ്, അത് ലീഗലിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, വല്ല നടപ്പുണ്ടോ? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ മതപണ്ഡിതന്മാരുണ്ടല്ലോ, അങ്ങനെ ഒരാളിനെ നമുക്ക് സംസാരിക്കാം, കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം, അവരെന്ത് പറയുമെന്ന് നോക്കാം. എന്ത് പറയുമെന്ന് ഒരു പിടിയില്ലായിരുന്നു. ഇവർ വിളിച്ച് ഫോണിൽ തന്നു. അദ്ദേഹം ഏതോ ഒരു പ്രഭാഷണത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു പറ്റില്ല എന്ന്. ഈ മക്കൾ പോയി, അയാളെ പോയി കണ്ടു. പിന്നീട് കാര്യമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു ശരി എന്നാ കൊടുത്തോ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭാര്യ സമ്മതിക്കില്ല. ഡോക്ടർ, ഈ കോണ്ടെക്സ്റ്റിൽ പേഷ്യന്റിന്റെ എന്താഗ്രഹിക്കുന്നു അതല്ലേ അതാണ് നിയമം. നിയമം അനുസരിച്ച് അതാണ് പ്രധാനം. നിയമമല്ല ശരിക്കും ബാധ്യത. അതെ, ഞങ്ങൾ ഈ റിയൽ വേൾഡിലാണ് തീരുമാനം നടക്കുന്നത്. ഈ രോഗിക്ക് സ്വന്തം ഭാഗം അപ്പോഴും പറയാം. ഇവരെന്ത് ചെയ്യും? ഞങ്ങൾ അച്ഛൻ്റെ സ്വർഗത്തിലേക്കുള്ള പാസേജ് ബ്ലോക്ക് ചെയ്താൽ നമ്മളെന്ത് ചെയ്യും? ഞങ്ങളെന്ത് ചെയ്യും? അതായത് നമ്മുടെ ആ ഇൻഡിവിജ്വൽ ഓട്ടോണമിക്ക് നമ്മുടെ നാട്ടിൽ ലീഗലായിട്ട് വാലിഡ് ഉണ്ടെങ്കിലും പ്രാക്ടിക്കലി കളക്റ്റീവ് ഓട്ടോണമിയാണ് കൂടുതൽ പ്രിവലൻസ്. ഫാമിലി ഒന്നിച്ച് നിൽക്കുന്ന കാര്യം അനുസരിച്ച് നമുക്ക് പോകാൻ ഒക്കും. ഞങ്ങൾ നിയമം പറഞ്ഞ് ഇത് അദ്ദേഹത്തിൻ്റെ അവസാനമാണ്, നിങ്ങളെല്ലാം പുറത്ത് നിൽക്ക്, ഞാനിതാ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഡോക്ടറെ ചികിത്സിച്ചത് മതി, ഞങ്ങൾ വേറെ ആശുപത്രി കൊണ്ടുപോക്കണം, മനുഷ്യത്വമുള്ള കാര്യങ്ങൾ കാണും. അവർ കൊണ്ടുപോയില്ലേ? അവരവിടെ കിടന്നു തരുമോ? ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഞാൻ റിസ്ക് എടുത്ത് ഇതാണ് അദ്ദേഹത്തിന് വേണ്ടത്, ഇതാണ് എൻ്റെ ചുമതല, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാലും ഇവരല്ലേ കൊണ്ടുവരുന്നത്, കൂടെ ഉള്ളവർ, അവരവിടെ കിടന്നു തരുമോ അതിന്? ഇറ്റ് വോണ്ട് വർക്ക്. ആ വ്യക്തിക്ക് ശബ്ദമുയർത്തി സംസാരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വരുമ്പോൾ ബന്ധുക്കളുടെ ഒന്നിച്ചുള്ള തീരുമാനമനുസരിച്ചേ കാര്യം നടക്കും, ഇല്ലെങ്കിൽ ഇവരപ്പോൾ കൊണ്ടുപോകും. പറഞ്ഞപ്പോൾ എന്തോ ഒരു ചോദ്യം അവിടെ ബാക്കി കിടപ്പുണ്ടായിരുന്നു. പകുതി അല്ലല്ല, ഞാൻ മറ്റേ ആ മനുഷ്യൻ ഭാര്യയെ സമ്മതിച്ചില്ല, കഠിനമായ ശ്വാസം മുട്ട് അനുഭവിച്ച് മണിക്കൂറുകളുണ്ട് അനുഭവിച്ച് മരിച്ചു. റിഗ്രറ്റ് പ്രകടിപ്പിക്കാറുണ്ടോ? ഒരുപാട്. എന്ത് തരത്തിലാണ്? ഐ കുഡ് ഹാവ് ഡൺ സംതിങ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു, അത്തരം ഒരു റിഗ്രറ്റ് ആണോ? അതോ എന്തെങ്കിലും കഴിഞ്ഞു പോയ ഒരു കാര്യം കറക്റ്റ് ചെയ്യാമായിരുന്നു, അത്തരമാണ്? ഒരുപാട് പേര്, ബാക്കി ആരും അറിയില്ല, ഞങ്ങൾ മാത്രം അറിയുന്ന റിഗ്രറ്റ്. സ്പൗസോ കുട്ടികളോ പോലും അറിയില്ല. അത്രയുമുള്ള കാര്യങ്ങൾ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നത് ആരോടെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടാകും. റിഗ്രറ്റ്. എന്നാലും എൻ്റെ അന്ന് പഠിക്കാൻ പറ്റിയെങ്കിൽ എൻ്റെ പിള്ളേരെ കുറച്ചുകൂടെ നന്നായിട്ട്, ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. ഒരു ഫിഷർമാൻ ഉണ്ടായിരുന്നു, അയാൾക്ക് ഭയങ്കര കഠിന വേദന, അപ്പോൾ ശ്വാസം മുട്ടുകൊണ്ട് ഏറ്റവും വിഷമിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചു. ഞാൻ പ്രതീക്ഷിച്ച ഒന്നുകിൽ വേദന അല്ലെ ശ്വാസം മുട്ടെന്ന് പറയും. അയാൾ പറഞ്ഞത്, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ പിള്ളേർക്ക് ഫിഷർമാൻ ആകേണ്ടി വരരുത്. ഇനിയിപ്പോൾ അത് നടക്കില്ലല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് ഏതായാലും പഠിപ്പിക്കാൻ ഒക്കില്ല. ഞങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ സപ്പോർട്ട് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കത് പ്രോമിസ് ചെയ്യാൻ പറ്റി. അതുപോലെ റിലേഷൻഷിപ്സ്. 6 വർഷമായി അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ട്, അനിയനുമായിട്ട് പ്രോപ്പർട്ടി കാര്യത്തിന് മുടക്കിയിട്ട് 6 വർഷമായി. അവന് ദേഷ്യമാണ് എൻ്റെ അടുത്ത്. ഒരു ഫോൺ കോൾ കഴിക്കും, പലപ്പോഴും രണ്ടുപേരും കൂടെ വരും, കെട്ടിപ്പിടിക്കും, കരയും, തീരും. അപ്പോൾ ഇങ്ങനെ പല റിഗ്രറ്റ്സും ഉണ്ടാകും. ചിലത് ഗിൽറ്റ് പുറത്ത് വരുന്നതാണ്. അത് ഷെയർ ചെയ്യുക എന്നുള്ളതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ആർക്കും അറിഞ്ഞുകൂടാ. എന്നാലും എൻ്റെ ഉള്ളിൽ കിടന്ന് കത്തുന്നുണ്ട്. ആ ഷെയറിങ് മാത്രം. അവിടെ നമ്മൾ പോയി അയ്യോ അതിനെപ്പറ്റി വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. കയ്യും പിടിച്ച് അവിടെ കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. തിരിച്ച് ലെഗസി പ്രധാനമാണ്. എന്തെങ്കിലും ബാക്കി വയ്ക്കണം.
ഏറ്റവും വലിയ റിഗ്രറ്റ് ഒക്ടോബറിലാണ് മോളുടെ ഡേറ്റ്, EDC. കുഞ്ഞിനെ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒക്ടോബർ വരെ ജീവിച്ചിരിക്കാനൊക്കെ. അവിടെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ വോയിസ് റെക്കോർഡിങ് ചെയ്യിച്ചു. ഒരു സീരീസ് ഓഫ് മെസ്സേജസ് ടു ദ ചൈൽഡ്. കുട്ടിക്ക് അറിയുന്ന പ്രായം വരുമ്പോൾ അമ്മൂമ്മയുടെ എന്തുമാത്രം ജനിക്കാത്ത കുഞ്ഞിൻ്റെ അടുത്ത് അമ്മയ്ക്ക് സ്നേഹമുണ്ടെന്നുള്ള മെസ്സേജസ്. അതുകൊണ്ടായോ? കുറേയൊക്കെ ആയി. കുറച്ച് ആശ്വാസം. അവർക്ക് എന്ത് എന്തൂസിയാസമായിരുന്നു മെസ്സേജസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഓരോരുത്തരുടെയും വളരെ വ്യത്യസ്തമായിരിക്കാം കണക്ഷൻസ്. ചിലപ്പോൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ ഒക്കും. മോളുടെ കല്യാണം അത് മാർച്ചിലത്തേക്കാണ് വെച്ചേക്കുന്നത്. പെട്ടെന്നൊരു ചർച്ചയൊക്കെ ഉണ്ടായി. അടുത്ത ആഴ്ച കല്യാണം നടത്താൻ തീരുമാനിച്ചു. ചെറുക്കൻ വീട്ടുകാർ സമ്മതിച്ചു. ഇവിടുന്ന് പോയി കല്യാണം അറ്റൻഡ് ചെയ്തിട്ട് വന്നു. അയാൾക്കത് വളരെ പ്രധാനമായിരുന്നു. അപ്പോൾ ചെയ്യാനൊക്കുന്നതുണ്ടാവും. ഇല്ലാത്തപ്പോൾ ആ റിഗ്രറ്റ് കേൾക്കുകയും അവരുടെ കൂടെ തനിച്ചല്ല ഒരാളും ഉണ്ട്, സ്നേഹമുള്ള ഒരാളുണ്ട് എന്നുള്ളത് കൺവേ ചെയ്യുകയും ചെയ്യാനുണ്ടാവുള്ളൂ. ഈ ഡെത്തിനെ ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ ഡോക്ടർ കണ്ടിട്ടുള്ള ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു നറേറ്റീവ്, ഒരു വ്യക്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. ഇയാൾ ആദ്യം കൊന്നു തരണേന്നും പറഞ്ഞു വന്നയാളാണ്. ഞാൻ കാണുന്നത്, ഞാൻ ബഹളം കേട്ട് പോകുമ്പോൾ തല ചുവരിലടിച്ചിട്ട് ടൈൽസിൽ തല പൊട്ടി രക്തം വീഴുന്നു. വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. അയാളാണ് വേദന മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇനി സുഖക്കേടും കൊടുന്ന് മാറ്റിത്തരുമെന്ന് ചോദിച്ചത്. ഇൻക്യൂറബിളാണെന്ന് അറിഞ്ഞപ്പോൾ വലിയ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഇയാളാണ് പ്രൈമറി സ്കൂളിൽ കാണാൻ പോകണമെന്ന് പറഞ്ഞ് 2 മണിക്കൂർ പോകണം. പിള്ളേർക്ക് വലിയ മടിയായിരുന്നു. വലിയ സമ്പന്നരൊന്നുമല്ല. എന്നാലും ഞങ്ങൾ എൻകറേജ് ചെയ്തു. സ്കൂളിൽ പോയി സൺഡേ അവിടെയൊക്കെ കറങ്ങി നടന്നു. മറ്റേ ഈ കുന്നുംപുറത്ത് ഈ കുന്നിൻ്റെ മുകളിൽ ഞങ്ങൾ കയറുമായിരുന്നു. വെള്ളിയാഴ്ച കൂടുതൽ സമയമുണ്ടല്ലോ ബ്രേക്ക്. അപ്പം ഞങ്ങൾ ഈ കുന്നുംപുറത്ത് കയറുമായിരുന്നു. അയ്യോ ഇവിടെ വെള്ളമില്ല, ഈ തോട്ടിലായിരുന്നു ഞങ്ങൾ പാത്രം കഴിയിരുന്നത്. ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. തിരിച്ചു വരുന്ന വഴി പറഞ്ഞു, അച്ഛനിപ്പോൾ സമാധാനമായി മോനെ. അയാൾ തിരിച്ച് വീട്ടിൽ പലരും അവസാനം വീട്ടിൽ പോകണമെന്ന് പറയും. അയാൾക്ക് വേണ്ട, ഞാനിവിടെ കിടന്നോളാം. അയാൾ സാവകാശം ഒരു ബോധരഹിതനായി സമാധാനമായിട്ട് ഒരു പീസ്ഫുൾ ഡെത്തായിരുന്നു അവിടെ. പക്ഷേ കുറേ ഇൻ്റർവെൻഷൻസ് വേണ്ടി വന്നു എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അവിടെ വന്നത് ഫിസിക്കലായിട്ടുള്ള കാര്യം നോക്കാൻ പറ്റി, എമോഷണലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റി. അയാളുടെ ആഗ്രഹങ്ങളും നീഡ്സും മക്കൾ കൂടെ ഉണ്ടായിരുന്നു. ആ കണക്ഷൻ ഉണ്ടായിരുന്നു. അയാൾ പോയി സ്കൂളിലെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് തിരിച്ചു വന്നു. അതൊക്കെ ഒരുതരം സ്പിരിച്വൽ സപ്പോർട്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു നല്ല മരണമായിരുന്നു. പാലിയേറ്റീവ് കെയറിൻ്റെ സിമ്പിളായിട്ടൊരു ഒറ്റ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരു വാചകം ഒറ്റ വാചകമേ ഉള്ളൂ: റിലീവിങ് സീരിയസ് ഹെൽത്ത് റിലേറ്റഡ് സഫറിങ് ആൻഡ് ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ആ ഒരു കേസിൽ തന്നെ ഈ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ കേസിൽ ഇതേ വാചകം തന്നെ ക്യാൻസർ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഒരു പേഷ്യൻ്റ് ഒരു ക്യാൻസർ വന്നു, അപ്പം അവരുടെ ഇൻ്റർവെൻഷൻ കൊണ്ട് ആ രോഗിയുടെ 6 മാസത്തെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്തു, മരുന്നുകൾ കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ മേന്മയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് ആയിട്ടും പറയുന്നത്. പാലിയേറ്റീവ് കെയറിലുള്ള ഡോക്ടർ അത് സമ്മതിച്ചു കൊടുക്കുമോ? അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? ഒന്ന് ബേസിക് ഇഷ്യൂ പറയാം. അത് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ല കൂട്ടുന്നത്, ക്വാണ്ടിറ്റി ഓഫ് ലൈഫാണ് കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ ഡു ഐ വോണ്ട് ടു എക്സ്റ്റെൻഡ് മൈ ലൈഫ് ഓഫ് പുവർ ക്വാളിറ്റി എന്നുള്ള തീരുമാനം എനിക്കാവണം. ഇത് ഡോക്ടർ ഓങ്കോളജിസ്റ്റ് ഓണസ്റ്റായിട്ട് എന്നോട് പറയണം. ഇപ്പോൾ ഞങ്ങൾ വളരെ അസോസിയേറ്റ് ചെയ്യുന്ന
ചില ഓങ്കോളജിസ്റ്റ് ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തെ ഡോക്ടർ അജു മാത്യു എന്ന് പറയുന്ന മനുഷ്യൻ, അവരൊക്കെ അവിടെ അവർ ദേ ആർ ഓണസ്റ്റ് വിത്ത് ദ ഇൻഫർമേഷൻ. നമ്മൾ ഇൻഫർമേഷൻ വേണമെന്ന് വ്യക്തമായിട്ട് കൺവേ ചെയ്താൽ അവർ സത്യമായിട്ട് പറയും. ഇതുകൊണ്ട് നമുക്കൊരു വർഷം വരെ കിട്ടിയേക്കും, പക്ഷേ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇന്ന സൈഡ് എഫക്ട്സ് ഉണ്ടാകും എന്ന് തന്നെ പറയും. ദെൻ ഇറ്റ്സ് അപ് ടു മീ ടു ഡിസൈഡ് വെദർ ഐ വോണ്ട് ദാറ്റ് പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ്. അതേ ഡോക്ടറെ വേണ്ട, ഞാൻ പാലിയേറ്റീവ് കെയറുമായിട്ട് അങ്ങ് പൊയ്ക്കോളാം, എനിക്ക് ഓരോ ഇഞ്ചക്ഷനിലും ഈ കഷ്ടപ്പാടെല്ലാം വരുമെങ്കിൽ എനിക്കത് വേണ്ട, അല്ലെങ്കിൽ ഞാൻ 2 എടുത്തു നോക്കും എന്നിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. അതൊരു ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് ആവുന്നതാണ് ഐഡിയൽ. അവിടെ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, ക്വാണ്ടിറ്റി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ക്വാളിറ്റി. ഏതാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യത്യസ്തമാണ്. ചിലർ എന്നോട് വെൻറ്റിലേറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ, ഡോക്ടറെ എന്ത് ചെയ്യണമെന്ന് ഇവിടെ വെച്ചല്ല, എന്ത് ചെയ്താലും വേണ്ടില്ല, വെൻറ്റിലേറ്ററെങ്കിൽ വെൻറ്റിലേറ്റർ, 24-ാം തീയതി എൻ്റെ മോൻ വരുന്നവരെ ഞാൻ ജീവിച്ചിരിക്കണം. ജീവിച്ചിരുന്നോ? 23rd പോയി. അത് ചിലപ്പോൾ അങ്ങനെ ചില വികൃതികളൊക്കെ കാണിക്കും ക്രൂരമായിട്ട്. അപ്പോൾ ഇത് വളരെ വേരിയബിളായിരിക്കും, വിചാരിക്കുന്നത് മാറും. ഇന്നത്തെ തീരുമാനം ആവണമെന്നില്ല നാളെ. പേഷ്യൻസിന് അത് കൃത്യമായി അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി വെച്ചിട്ട്. പ്രത്യേകിച്ചും ക്യാൻസറിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഇപ്പോൾ യങ് ഏജിലൊക്കെ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും പ്രത്യേകം എന്ന് പറഞ്ഞാൽ പുതിയ എന്തൊക്കെയോ റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ പുതിയ മരുന്നുകൾ വരുന്നു എന്നൊക്കെ ഡോക്ടേഴ്സ് പറയും, പുതിയ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് നമുക്ക് പരീക്ഷിച്ച് നോക്കാം എന്ന് പറയും. അയാൾക്ക് താങ്ങാൻ പറ്റുന്നതിനൊക്കെ കൂടുതൽ ചിലവായിരിക്കും. പല ആളുകളും അത് ഓപ്റ്റ് ചെയ്യാൻ നോക്കും, പക്ഷേ ഫൈനലി ഒരു 6 മാസം കഴിയുമ്പോൾ മരിക്കും. പക്ഷെ അത് കഴിയുമ്പം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, ഇപ്പം ഈ ചില കേസിൽ അജു മാത്യൂസിൻ്റെ അടുത്ത് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് നമുക്ക് 6 മാസം പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. ആ ഒരു ഇത് ചിലരുടെ പേഴ്സണൽ ഇത് കാണുമായിരിക്കും ഇത്ര, പക്ഷെ അത് ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻസിനെ ആ രീതിയിൽ കൺവിൻസ് ചെയ്യിക്കാത്തതുകൊണ്ടാണോ ഉള്ള കുഴപ്പമാണോ? ആ ഒരു കാര്യം ഞാൻ തന്നെ എത്ര പേരുടെ കാര്യത്തിൽ അജുവായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് എഫക്ട്സ് പറയും, ഇത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമുക്ക് ഇത്രയും കാലം കൂടി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ ഈ 6 മാസം കൂടെ കിട്ടും ഇത് എടുത്ത് എന്ന് മാത്രം പറയുന്നത് ക്രൂരമാണ്. അതിൻ്റെ വരുമരായികൾ പറഞ്ഞിട്ട് ചിലർക്ക് 6 മാസം വളരെ പ്രധാനമാണ്. എനിക്ക് മരിക്കാനൊന്നും ആയില്ല, എനിക്ക് കുറേ കാലം ജീവിക്കണം. ആ ഒരു വിൽ ടു ലിവ് ഒരുപാട് പേർക്കുണ്ട്, പക്ഷേ അതും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വ്യത്യാസപ്പെടും. ഡോക്ടർ, ബേസിക്കലി ക്വാണ്ടിറ്റി ഓഫ് ലൈഫാണോ ക്വാളിറ്റി ഓഫ് ലൈഫാണോ വേണ്ടതെന്നുള്ള തീരുമാനം അത് ആ പേഷ്യൻ്റ് എടുക്കണം. ഇൻഡിവിജ്വൽ പ്രൈമറിലി എന്താടാ ഞാൻ ചെയ്യേണ്ടത് എന്ന് തിരിഞ്ഞ് മോനോട് ചോദിക്കുന്നിടത്ത് ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ്, അവരുടെ കൺകറൻസ് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ പണി. ചോദിച്ചൊന്നും വേറൊന്നുമല്ല, ഈ ഡോക്ടറെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡെത്ത് സെൻസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടോ? അതായത് ഡോക്ടറെ ഞാൻ നാളെ കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ ആഴ്ച മരിച്ചു പോകുമെന്ന് ഇങ്ങോട്ട് പറയുന്ന തരം പേഷ്യൻസ് ഉണ്ടോ? ഈ കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടാ, പക്ഷേ എൻ്റെ സമയമായി, ഞാൻ പോവുകയാണ്. അത് ഒരു എൽഡർലിയിൽ മാത്രം കാണാറുള്ള കാര്യമാണ്, ചുരുക്കമാണ്. ഈ പാലിയേറ്റീവ് കെയറുമായിട്ട് വന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടോ? അതായത് പാലിയേറ്റീവ് കെയറിലേക്ക് പോകേണ്ടി വന്ന യങ്സ്റ്റേഴ്സ് എത്രയോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി 10 വയസ്സും 5 വയസ്സും 2 വയസ്സിലും ഒക്കെ അസുഖം വരുന്നവരുണ്ട്. അങ്ങനെയല്ല, അതുപോലെ വില്ലിംഗ് ആയിട്ട് വന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ പോയ രണ്ട് ഗ്രൂപ്പ്. ഒന്ന് കുട്ടികൾ വിത്ത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ കുട്ടികൾ. ഒരു ലാർജ് നമ്പർ പാരാലിസിസ് ഉള്ളവർ, ക്വാഡ്രിപ്ലീജിയ അല്ലെങ്കിൽ പാരാപ്ലീജിയ. ഞാനിപ്പോൾ ആഷ്ലയുടെ കാര്യം പറഞ്ഞില്ലേ, അവർ ഒരു ലൈഫ് ടൈമാണ് നമ്മുടെ കൂടെ. ഈ കുട്ടികൾ ജനറലി ദേ ആർ ബെറ്റർ അറ്റ് ആക്സെപ്റ്റിംഗ് ഡെത്ത് ദാൻ അഡൾട്ട്സ്. പക്ഷേ പ്രൊവൈഡഡ് പിള്ളേർ കുറച്ചുകൂടെ റെസിലിയൻ്റാണ് പലപ്പോഴും. ഒരുപാട് കെട്ടുപാടുകൾ അവർക്കില്ല, ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും.
ആ ചാപ്റ്റർ വരെ പുസ്തകത്തിൽ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഭയങ്കര ആങ്സൈറ്റി അബൌട്ട് ഡെത്ത്. അവനെ കൺഫ്രണ്ട് ചെയ്തപ്പോൾ അവൻ പറഞ്ഞ് എന്നെ കുഴിച്ചിടുമ്പോൾ ഞാൻ ശ്വാസം മുട്ടൂല്ലേ. അതൊരുത്തന്. വേറൊരുത്തൻ്റെ ഭയങ്കര പേടി ദൈവം ശിക്ഷിക്കൂല്ലേ എന്ന്. ഈ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഓണസ്റ്റായിട്ട് ഫേസ് ചെയ്യുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്താൽ പലപ്പോഴും അവരാണ് അഡൽസിനേക്കാളും ബ്രേവായിട്ട് അതിനെ മീറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ഈ രക്ഷിതാക്കളും കുട്ടികളോട് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ലേ അതാണ് കൂടുതൽ. അപ്പോൾ ഈ നേരത്തെ ഫാമിലിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് ഈ കോൺവെർസേഷൻ പതിയെ നമ്മളവരെ വേദനിച്ച് ജലിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു ദിവസം അവരെ ഓടിക്കൊണ്ട് വന്നിരിക്കുന്നു. ഈ അമ്മ കരയാൻ, ഞങ്ങളുടെ വോളണ്ടിയേഴ്സിനെ കെട്ടിപ്പിടിച്ച് കരയാനായിട്ട് വന്നു. കാര്യം ചോദിച്ചപ്പോൾ മോൻ ചോദിച്ചു, അമ്മേ ഞാൻ അമ്മ മരിക്കുന്നതിന് മുമ്പേ മരിക്കുമോ? അവരെ മോനെ കൊണ്ടുവരാൻ പറയാൻ വിഷമമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അവൻ്റെ സംശയം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ, അതനുസരിച്ചേ മറുപടി പറയൂ. അവനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ചോദ്യത്തിൻ്റെ പുറകിൽ ഇതാണ്, ശ്വാസം മുട്ടുകില്ല എന്നുള്ളത്. അത് അവന് പിന്നെ ഞങ്ങളത് ക്യൂറബിളാണ്, കൂടുതൽ സാധ്യത ക്യൂർ ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്കിനി വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ ആ കമ്പ്യൂട്ടർ ഒന്ന് പോയി നോക്കിയോട്ടെ. കഴിഞ്ഞു. ഈ പാസ്ഡ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. ഷോർട്ട് അറ്റൻഷൻ സ്പാൻസ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നിൽക്കണമെന്നില്ല. നാളെ വേറൊരു പേടിയായിരിക്കും. പക്ഷേ അവന് പ്രശ്നം, ഏറ്റവും വലിയൊരു പ്രശ്നം ഈ സീക്രസിയാണ്, കോൺസ്പിറസി ഓഫ് സൈലൻസ്. അവനറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്, എന്താണെന്നറിഞ്ഞുകൂടാ. അപ്പോൾ ഭയങ്കര ആങ്സൈറ്റിയാണ്. പക്ഷേ വൺസ് ഓണസ്റ്റ് ഇൻഫർമേഷൻ ഇസ് ഗിവൺ, they are usually much better at adapting. പക്ഷേ ഇത് ഏജ് അനുസരിച്ച് കൂടെ ഇരിക്കും കേട്ടോ. കാരണം ഒരു 6 വയസ്സ് വരെയൊക്കെ ഡെത്ത് എന്ന് വെച്ചാൽ ഫൈനൽ എക്സിറ്റ് ആണെന്നുള്ളവർക്ക് മനസ്സിലാവില്ല. മരിച്ചു പോവും. അപ്പോൾ പിന്നെ എന്ന് അച്ഛനെ കാണാൻ പറ്റും എന്നായിരിക്കും ചോദിക്കുന്നത്. അത് കഴിഞ്ഞാൽ എന്താ ചോദിച്ചത്? ഒരു ഫൈനൽ മൂമെൻറ്റ്സ് നമ്മളിപ്പം പ്രായമായവരുടെ അഡൽസിൻ്റെ ഇത് പറഞ്ഞു, അതിൽ നിന്നുള്ളൊരു വ്യത്യാസം എങ്ങനെയാണ് ഫാമിലിയാണ് കൂടുതൽ ബുദ്ധിമുട്ട്, കുട്ടിയുടെ കാര്യത്തിലല്ല. കുട്ടിയുടെ കാര്യത്തിൽ വേദനയും കൃത്യമായിട്ടും മാറ്റി കൊടുക്കും. അല്ല, അവൻ്റെ ഓരോ ആഗ്രഹങ്ങൾ കാണും. ഒരു വളരെ ഞങ്ങളുടെ ഒരു ഡെത്ത് ആൻഡ് ഡൈയിങ് ലേഡി എന്ന് പറയപ്പെടുന്ന കുബ്ലർ റോസ് ഇതുപോലൊരു കഥ പറയുന്നുണ്ട്. അവർ ഇങ്ങനെ മോനോട് പറഞ്ഞു കാര്യം, അച്ഛൻ്റെ അമ്മയുടെ പെർമിഷനോട് കൂടി, എനിക്കിപ്പോൾ വീട്ടിൽ പോകണം, ഡോക്ടർ കൂടെ വരണം, ഇല്ലെങ്കിൽ ഈ അച്ഛനും അമ്മയൊന്നും സമ്മതിക്കില്ല. അവർ കൂടെ പോയി. അവിടെ ചെന്ന് എനിക്ക് ആ സൈക്കിൾ ഓട്ടണം. അവന് പുതിയ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓടിക്കാൻ സമ്മതിച്ചില്ല, സുഖമില്ലാത്തവനായതുകൊണ്ട്. അതിനാണ് ഡോക്ടറെ കൂടെ കൊണ്ടുപോയത്. എനിക്ക് ആ സൈക്കിൾ ഓടിക്കണം. അവനെ സൈക്കിളിൽ കയറ്റി അവിടെ തന്നെ ഒന്ന് കറങ്ങി, എന്നിട്ട് തിരിച്ചു വന്ന് സൈക്കിള് അനിയന് കൊടുത്തു, നീ എടുത്തോ. ദാറ്റ് വാസ് ഹിസ് ഫൈനൽ ലെഗസി, ഫൈനൽ ഗുഡ് ബൈ. അപ്പോൾ മരിച്ചു എന്നല്ല, പക്ഷെ ഹീ കുഡ് ലീവ് ദാറ്റ് ലെഗസി, ഫുൾഫിൽ ഹിസ് വിഷ് ആൻഡ് അക്സെപ്റ്റ് ദാറ്റ്. ഈ പുനർജന്മത്തിലൊക്കെ വിശ്വാസമുള്ളവർക്ക് മരണം കുറച്ചുകൂടി എളുപ്പമാണല്ലോ. ആവേണ്ടതായിരുന്നു അല്ലേ? ലോജിക്കലായിട്ട് ആലോചിച്ചപ്പോൾ ഞാൻ ഇനി വേണോ അങ്ങനെ ഒരാളിനെ കാണാൻ, നമുക്ക് അടുത്ത ജന്മത്തിൽ സൂചിച്ചു കളയാൻ. കാരണം പുഴുവാകുമോ എന്താകുമോ എന്ന് അറിഞ്ഞും കൂടല്ലോ.